അതായത് UDF വോട്ട് എവിടെ നിന്നൊക്കെ പൊങ്ങി വരാമോ ആ അത്തരം ഏരിയകളൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം ഇടതിൻ്റെ അടിസ്ഥാന വോട്ടുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും വരുന്നു. ഈ 3 ഫാക്ടേഴ്സും കൂടി അടിച്ച് കയറി വരുമ്പോൾ സർക്കാരിൻ്റെ നിലനിൽപ്പ് തുടരും എന്നുള്ള അവിടെ BJPയുടെ വോട്ട് വളർച്ച കാണിക്കുമ്പോൾ നഷ്ടം വോട്ട് സംഭവിക്കുന്നത് ഇടതുപക്ഷത്തിനാണ്. പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ 2 തീരുമാനങ്ങളാണ് വലിയ രീതിയിൽ പരാജയപ്പെട്ടത്. അതൊന്ന് ഈ വർഗീയ രാഷ്ട്രീയം ഏത് രാഷ്ട്രീയം വന്ന് കയറി കൂടിയാലും നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കും, ഭാവി തലമുറയെ നമ്മളെ ബാധിക്കും. അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് ഈ നാട്ടിൽ രാഷ്ട്രീയം പറയേണ്ട ബാധ്യത മുസ്ലിം ലീഗിനുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടിൻ്റെയും മുസ്ലിം വോട്ടിൻ്റെയും നഷ്ടം CPMൻ്റെ ഗ്രാഫ് ഏത് രീതിയിൽ വരും എന്നുള്ളത് BJP ഉയർത്തുന്ന രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാൻ കേരളത്തിൽ 5 വർഷം കൊണ്ട് 4% വോട്ട് അങ്ങോട്ട് വർദ്ധിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആരുടെ ഭരണത്തെ തടയാനോ ആരുടെ ഭരണത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യാനോ നിന്ന് കഴിഞ്ഞാൽ BJPയുടെ വളർച്ച വീണ്ടും ഗ്രാഫ് നിന്നെടുത്ത് നിൽക്കും. BJP എത്ര സീറ്റ് വരെ പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തുന്നത്? BJP സംബന്ധിച്ച് നിലവിൽ ഇന്നത്തെ സാഹചര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കെ മാണി സാറിൻ്റെ രാഷ്ട്രീയ പാർട്ടി എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ 2-3 സീറ്റോ ഒരുപക്ഷെ സീറ്റില്ലാത്ത വലിയ തരംഗമാണ് വരുന്നതെങ്കിൽ ജോസ് കെ മാണി രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് തന്നെ മാറിപ്പോകുമോ എന്നുള്ള ആശങ്ക വ്യക്തിപരമായി എനിക്കുണ്ട്. PV അൻവറും അങ്ങും തമ്മിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ചർച്ചയായിരുന്നു കഴിഞ്ഞ ഒരു 6 മാസം 1 വർഷം മുമ്പ്. എന്താണ് നിലവിൽ അതിൻ്റെ അവസ്ഥ? എന്നെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം. മറുനാടിൻ്റെ മറ്റൊരു ഇലക്ഷൻ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയെ മറുനാടൻ പ്രേക്ഷകർക്ക് നല്ല പരിചയമുണ്ട്. CP റാഷിദ് എന്ന കോഴിക്കോട് നാദാപുരംകാരൻ. ഏതാണ്ട് 6 വർഷമായി ഏതാണ്ട് 17ഓളം തെരഞ്ഞെടുപ്പിൽ പ്രവചനം നടത്തി ഏതാണ്ടൊക്കെ ശരിയാക്കിയ ആളാണ്. എന്നുവെച്ചാൽ 2 ഒഴികെ ഒരു ചേലക്കര ഉപതെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ഹരിയാന തെരഞ്ഞെടുപ്പും ഒഴികെ ബാക്കിയെല്ലാം എണ്ണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുമെങ്കിൽ പോലും കൃത്യമായി പറഞ്ഞത് എണ്ണം പോലും കൃത്യമായി പറഞ്ഞ തെരഞ്ഞെടുപ്പുകളുണ്ട്. അങ്ങനെയാണ് CP റാഷിദിനെ കുറിച്ച് നമ്മളൊരു വാർത്ത കൊടുക്കുന്നതും CP റാഷിദ് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരിൽ പ്രധാനിയായി മാറുന്നതും. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാനുള്ള ആകാംക്ഷ നമുക്കൊക്കെ ഉണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞു, സൂക്ഷ്മ പരിശോധന കഴിഞ്ഞു, പിൻവലിക്കലിലേക്ക് പോയിരിക്കുന്നു. ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ആരാണ് സ്ഥാനാർത്ഥി എന്ന് വന്ന് വലിയ മത്സരം വരുമ്പോൾ ആരായിരിക്കും ജയിക്കുന്നത്? നമ്മളെല്ലാ മണ്ഡലവും തിരിച്ചാര് ജയിക്കുമെന്ന് പറയാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ പോലും ഏകദേശം ഏത് പാർട്ടികൾക്ക് എത്ര വീതം കിട്ടി? മാർക്സിസ്റ്റ് പാർട്ടി CPMന് ധൈര്യമുണ്ട്, CPIക്ക് എത്ര കിട്ടും, കേരള കോൺഗ്രസിന് എത്ര കിട്ടും, UDFന് എത്ര, ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം. ഇത്തരത്തിൽ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് വിശദമായി കേൾക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ കൃത്യമായി CP റാഷിദ് ഇതിനെ വിലയിരുത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ റാഷിദിൻ്റെ വിലയിരുത്തൽ കേൾക്കാതെ പോകരുത്. നമസ്കാരം. നമസ്കാരം. റാഷിദ്, ഈ നിങ്ങളിപ്പോൾ ഏകദേശം എത്ര 17 തെരഞ്ഞെടുപ്പായി. ഏതായിരുന്നു തുടക്കം? ഡൽഹി അസംബ്ലി തെരഞ്ഞെടുപ്പ് 2020. അതെങ്ങനെ എങ്ങനെയാ പറഞ്ഞിരുന്നത്? അത് ആകെ 70 സീറ്റാണുള്ളത്. 63 സീറ്റ് BJP, 7 സീറ്റ് BJP ആം ആദ്മി 7 സീറ്റ് BJP. ആ രീതിയിൽ 63 ആ റേഞ്ചിലിട്ടു. അതിൽ 63 സീറ്റ് അവർക്ക് കിട്ടി. ആം ആദ്മിക്ക് 7 സീറ്റ് BJP കിട്ടി. കോൺഗ്രസിന് 0 അങ്ങനെ കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞത് 2021 പിണറായി 2020 കഴിഞ്ഞ് 2021 പിണറായി വിജയൻ രണ്ടാമത് തുടർഭരണം വരും, തുടർഭരണം ഉണ്ടാവുമെന്ന് പറഞ്ഞു. 96 മുതൽ 104 വരെ സീറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അടിക്കുറിപ്പായിട്ട് കൊടുത്തത് ക്യാപ്റ്റൻ സെഞ്ചുറി തികയ്ക്കുമോ എന്നുള്ളതായിരുന്നു. എതിരഭിപ്രായമുള്ള ആളുകൾ ഫേസ്ബുക്കിൽ ഒരു ലാംഗ്വേജ് സ്റ്റൈലിൽ വോട്ടിടുന്ന ദിവസം ഇതേ പേജിലേക്ക് വരണം എന്നും ഞാൻ അത്ര ആത്മവിശ്വാസത്തോടെ പറഞ്ഞതായിരുന്നു. അത് 99 സീറ്റിലാണ്. 96, 104 ഇടയ്ക്ക് 99 അന്നത്തെ റിസൾട്ട് വന്നത്. അത്തരം കൃത്യമായി പറഞ്ഞ മറ്റൊന്ന് ഏതാണുള്ളത്? അതിനുശേഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതുപ്പള്ളിയിലെ 37,000 ഞാൻ പറഞ്ഞതിൻ്റെ മിഡിലായിട്ട് വോട്ടിംഗ് പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതുപ്പള്ളിയൊക്കെ. പിന്നീട് പുതുപ്പള്ളി പറഞ്ഞ് കർണാടക ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് പല ചാനലുകളും അതേപോലെ അങ്ങയും ഈ രീതിയിൽ നമ്മളെ ഒരു പരിചയപ്പെടുത്തുന്നത്. പക്ഷെ അതിനുശേഷം അതൊരു പിന്നീട് അങ്ങോട്ട് ഈ മാധ്യമങ്ങളും നിങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അത് പിന്നെ ഒരു കൃത്യത സൂക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ബാധ്യതയായിരുന്നു. അതിനുശേഷമായിരുന്നു തെലങ്കാന, രാജസ്ഥാൻ, മധ്യപ്രദേശ് 3 തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് വന്നത്. ആ 3 തെരഞ്ഞെടുപ്പും വളരെ കൃത്യമായിരുന്നു. തെലങ്കാനയിലെ നമ്പർ എനിക്ക് ഓർമ്മയില്ല, ഇപ്പം മെമ്മറിയിലില്ല. തെലങ്കാനയും രാജസ്ഥാൻ കൃത്യമായിരുന്നു. മധ്യപ്രദേശിൽ സീറ്റെണ്ണത്തിൽ ചെറിയ വേരിയേഷൻ ഉണ്ടായിരുന്നു. തെലങ്കാനയിൽ 3 പാർട്ടികളുടേതും അവിടുത്തെ പ്രധാനപ്പെട്ട 3 പാർട്ടികളുടെ, രാജസ്ഥാനിലെയും അത് കൃത്യം. എങ്ങനെയാണ് നിങ്ങൾ ഈ ഏകദേശം ഇങ്ങനെ ഒപ്പിച്ചെടുക്കുന്നത്? അത് നമ്മൾ ഇതിലൊരു വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഞാനിപ്പം ഈ തെരഞ്ഞെടുപ്പിൽ പലരെയും കാണുമ്പോൾ
എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു, ഈ പ്രാവശ്യം ആർക്ക് വോട്ട് ചെയ്യും? അത് ചിലപ്പം പെട്ടെന്നൊന്നും ഒരു മനുഷ്യനോട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അപരിചിതരായിട്ട് ചിലപ്പോൾ ട്രെയിൻ യാത്രയിലായിരിക്കാം, ചിലപ്പോൾ നമ്മളെ മെസ്സഞ്ചറിൽ വന്ന ഒരു പരിചയമില്ലാത്ത ആളുകളൊക്കെ മെസ്സഞ്ചറിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ട് രാഷ്ട്രീയം പറയാൻ താല്പര്യം കാണിക്കും. അപ്പോൾ അവരോടൊക്കെ നമ്മൾ അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന ആളുകളോട് നമ്മൾ ഡയറക്റ്റായിട്ട് ഇത് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം കിട്ടില്ല. അപ്പോൾ പതിയെ നമ്മൾ ചോദിക്കും, നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു വരുമ്പോൾ വോട്ട് ആർക്കാണ് ചെയ്തതെന്ന് ചോദിക്കാൻ പറ്റുന്നൊരു സ്പേസ് എത്തുമ്പോൾ നമ്മൾ ചോദിക്കും. അപ്പോൾ ചില ആളുകൾ തുറന്ന് പറയില്ല. ചിലപ്പോൾ ഞാൻ ചോദിച്ചത് പറയാം, ഇടതുപക്ഷത്തിൻ്റെ സുഹൃത്തുക്കൾ വീട് കയറിയില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ, എൻ്റെ നാട്ടിൽ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരായ സഖാക്കൾ വന്നപ്പോൾ അവരെന്നോട് ചോദിച്ച പോലെ തന്നെ ഞാൻ തിരിച്ചവരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ സഖാക്കളായതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അവരോട് മാത്രമല്ല പലരോടും ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, ഈ സർക്കാരിനോട് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത അതേ ആവേശം ഈ സർക്കാരിനോടുണ്ട്. വോട്ട് ചെയ്യില്ല എന്നൊരു സഖാവും നമ്മളോട് പറയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വോട്ട് ചെയ്ത അതേ ആവേശം അതിലും എനിക്ക് പിടികിട്ടുന്നില്ലെങ്കിൽ ഞാൻ ആ മനുഷ്യനോട് ചോദിക്കും, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോളിംഗ് ബൂത്തിലേക്ക് രാവിലെ എത്ര മണിക്ക് പോയി, അതേ സമയം പോകുമോ അത് ഈവനിങ്ങിൽ പോകുമോ? അത്ര പോലും എനിക്ക് ഇതിൻ്റെ ഒരു അറിയണം, ഇവരുടെ മൂഡ് അറിയണം എന്നുള്ളത് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള വലിയ വലിയ പരിശ്രമങ്ങൾ നടത്തും. മീൻസ് ശ്രമങ്ങൾ നടത്തും. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു കാൽക്കുലേഷൻ ആ തരത്തിലുള്ളത്. പിന്നെ പല രീതിയിലുള്ള വാർത്തകൾ മെറിറ്റുള്ള വാർത്തകൾ എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ ഒരു എന്നിട്ട് ഈ നവകേരള ഈ യാത്ര വീട് സന്ദർശനത്തിൻ്റെ ഭാഗമായി വന്ന സഖാക്കളുടെ സമീപനം എന്തായിരുന്നു? അത് ഞാനൊരു പേഴ്സണൽ ടോക്കിൻ്റെ ഏരിയ ആയതുകൊണ്ട് അവരെ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത് കൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. അല്ല, നിങ്ങൾ വഴിയാത്രയിലൊക്കെ കാണുന്ന ആളുകളോട്, നിരവധി സഖാക്കളോട് മറ്റും ചോദിക്കുമ്പോൾ ഒന്നാം സർക്കാരും രണ്ടാം സർക്കാരുമായി അവർ വലിയ ഡിസ്റ്റൻസ് കാണുന്നുണ്ട്. അവർ ആ പഴയ ആവേശമില്ല. എന്താ അവർ പറയുന്നത്? അവർ പല കാര്യങ്ങളിലും ഈ സർക്കാരിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ 2021 സ്ഥാനാർത്ഥി നിർണ്ണയം എടുക്കും. ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞൊരു കാലഘട്ടമാണല്ലോ. 2021 സ്ഥാനാർത്ഥി, ഞാൻ അന്ന് നിങ്ങൾക്കൊന്നും എന്നെ പരിചയമില്ല. അന്ന് ഞാൻ പിണറായി വിജയൻ്റെ തുടർ ഭരണത്തിൻ്റെ സാധ്യതകൾ നിരന്തരം എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആളാണ്. പിണറായി വിജയൻ ഏത് രീതിയിൽ വരുന്നും കോൺഗ്രസ് എന്തൊക്കെ പാളിച്ചകൾ സംഭവിക്കുന്നു അന്നത്തെ ആ ചെറിയ സർക്കിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ നമ്മൾ നോക്കിയാൽ 2021 സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ ആ മൂഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ്, പൊളിറ്റിക്കൽ മൂഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം LDFന് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് അന്നത്തെ മന്ത്രിമാർ എന്ന് പറഞ്ഞാൽ പലതരത്തിൽ സ്വീകാര്യരായിരുന്നു. അതിൽ ശൈലജ ടീച്ചർക്ക് വിമർശനങ്ങൾ പലതുണ്ടെങ്കിലും ശൈലജ ടീച്ചറുടെ ഗ്രാഫ് വലിയ രീതിയിൽ ഉയർന്നു നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ശൈലജ ടീച്ചറുടെ സീറ്റിൻ്റെ പോലും പ്രശ്നങ്ങൾ വന്നു. പിന്നെ ഇന്ന് വിവാദമായിരിക്കുന്ന ജി സുധാകരൻ. ഈ രണ്ട് രാഷ്ട്രീയ നേതാക്കളും ഇടതുപക്ഷത്ത് നിന്ന് പിണറായി വിജയന് ശേഷം ഉയർന്നു വരാനുള്ള എല്ലാവിധ കപ്പാസിറ്റിയും, മീൻസ് വിപരീത അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ മാധ്യമ സ്പേസിൽ, മീഡിയ സ്പേസിലും പൊതുസമൂഹത്തിൻ്റെ ഇടയിലും ജി സുധാകരനും ശൈലജ ടീച്ചറും ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കട്ടായി പോകുന്നു. തോമസ് ഐസക്ക് കട്ടായി പോകുന്നു. GP ജയരാജനെയും ആളുകൾ ട്രോളുന്നുണ്ടെങ്കിൽ ഒരു ഗഡ്സ് ഉള്ള പൊളിറ്റീഷ്യൻ ആയിരുന്നു. ആ തരത്തിലുള്ള പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ എൻ്റെ അടുത്ത നാടാണ്. അവിടെയുള്ള സഖാക്കൾക്ക് PJ എന്ന് പറഞ്ഞ ആവേശമാണ്. പലരും പല രീതിയിൽ PJ വിമർശിക്കും, വിലയിരുത്തുന്നുണ്ടെങ്കിലും ആ തരത്തിലുള്ള ആളുകളെ മാറ്റി നിർത്തപ്പെട്ടിട്ട് പുതുതായി വരുന്ന, അതായത് ആ അന്നത്തെ ആ വോട്ടിംഗ് മൂഡ് സെറ്റായത് കൊണ്ടാണ് തുടർഭരണം കയറി വന്നത്. പക്ഷേ മനസ്സിൽ ഒരു നിരാശ വന്നു. അത് കഴിഞ്ഞ് സർക്കാർ രൂപീകരണം എന്നുള്ള രണ്ടാം ഘട്ടം വന്നപ്പോൾ ശൈലജ ടീച്ചറെ പോലെയുള്ള ഒരു പരിണിതപ്രജ്ഞയായ അന്നത്തെ ആരോഗ്യ വകുപ്പ്, അന്നത്തെ കൊറോണ, അന്നത്തെ സിറ്റുവേഷൻസ് ഒക്കെ ജനങ്ങളെ മനസ്സിലുണ്ട്. ഇന്ന് നമ്മൾ വിലയിരുത്തുമ്പോഴല്ല അന്ന് ആ ഒരു പോയിന്റിലുള്ളത്. അങ്ങനെയുള്ള ശൈലജ ടീച്ചറെ മാറ്റി നിർത്തുന്നു, മന്ത്രിസഭയിലേക്ക് വരുന്നില്ല. തുടർച്ച ജനം ആഗ്രഹിച്ചത് കേവലം പിണറായി വിജയന് മാത്രമായിരുന്നില്ല, ശൈലജ ടീച്ചർ വേണമെന്നും ആ തരത്തിൽ വലിയ താല്പര്യങ്ങളുടെ ഒരു പൊതു പബ്ലിക് ഏരിയ ഉണ്ടായിരുന്നു. അവരെ നിരാശപ്പെടുന്ന തരത്തിലായിരുന്നു ഈ മന്ത്രിസഭാ രൂപീകരണം പോലും. അതിനോടനുബന്ധിച്ച് പല ഇക്വേഷൻസും അവരത് പാളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ തുടങ്ങി അവിടെ മന്ത്രിസഭ രൂപീകരണം മുതലേ പാളി അവരെ സംബന്ധിച്ചിടത്തോളം പാളി. അതിൽ അതേപോലെ തന്നെ ബേപ്പൂർ പോലൊരു പ്രധാനപ്പെട്ട സീറ്റിലേക്ക് റിയാസ്, ഒരു രാഷ്ട്രീയ നേതാവാണ് അറിയപ്പെടുന്ന, ഈ ഇടതിൻ്റെ പ്രൊഫൈൽ ഉണ്ടെങ്കിലും റിയാസ് MLA ആവുന്നു. അതേ ഒരു പോസ്റ്റിലേക്ക് PWD വകുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പിൽ ജി സുധാകരനെ പോലെ ഒരു പരിണിത പ്രജ്ഞനും വിശ്വാസ്യതയുള്ള ഒരു നേതാവും കൈകാര്യം ചെയ്ത ഒരു ഇടത്തിലേക്ക് റിയാസ് കയറി വരുന്നു. ആ തരത്തിലുള്ള ഒരു റിയാസിനെ നമ്മൾ നെഗറ്റീവായിട്ട് കാണുകയില്ല. ആ തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇടതിൻ്റെ ഈ അടിത്തട്ട് വോട്ടേഴ്സിൽ ചലനങ്ങളുണ്ട്. നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് ഇവരെ കോർ വോട്ടിൽ എന്ത് ചലനം ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇടതിന് വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് അതിൻ്റെ വോട്ട് ബാങ്ക് പോവുക. ആ തരത്തിൽ അവരെ നിരാശപ്പെടുത്തുന്ന പലതും നമ്മൾ സ്വകാര്യമായി സംസാരിക്കുമ്പോൾ നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ഇങ്ങോട്ട് സംഭവിച്ചത്? ഈ സർക്കാരിൻ്റെ മൊത്തത്തിൽ പ്രകടനം മോശമായിരുന്നു. ആ തരത്തിൽ നമ്മൾ പാടെ പറയുന്നില്ല. ഇടതിൻ്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത് 43% വോട്ട് 2001 തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഭരണപക്ഷത്തിരുന്നപ്പോഴും 43% വോട്ട് കീപ്പ് ചെയ്യുന്ന ഒരു മുന്നണിയാണ് ഇടതുപക്ഷം. പിന്നീട് പല തരത്തിലുള്ള മുഖ്യമന്ത്രിയുടേതും ഗ്രാഫിൽ
അദ്ദേഹം ഒന്നാം സർക്കാരിൽ പിണറായി വിജയൻ അതിന് മുമ്പ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ വലിയ വിമർശനമായിരുന്നു. ഇടത് നന്നാക്കികൾ എന്ന് പറയുന്ന ആളുകൾ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പിണറായി വിജയൻ പലതരത്തിലുള്ള വിമർശനങ്ങൾ നേരിടുന്ന ഒന്നാം പിണറായി സർക്കാർ എന്ന് പറയുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് വലിയ പരിഗണന കൊടുത്തു എന്നുള്ളൊരു ഫീല് ഗ്രൗണ്ടിലേക്ക് ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് തുടർന്നത്. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ വന്നതോടുകൂടി മുഖ്യമന്ത്രിയുടെയും ആറ്റിറ്റ്യൂഡിൽ ജനത്തിന് അത്രത്തോളം സ്വീകാര്യത കിട്ടിയിട്ടില്ല. ജനത്തിനിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അന്ന് വരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു കാലഘട്ടത്തിൽ രണ്ടാം ഭരണ കാലഘട്ടത്തിൽ വ്യക്തിപരമായി മുഖ്യമന്ത്രിയുടെ ഗ്രാഫ്. പക്ഷേ അന്ന് ഈ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിഷയം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഏറ്റില്ലല്ലോ, വിഷയങ്ങൾ ഏറ്റില്ല. അതിനെ മറിച്ച് അതിൽ പ്രത്യേകിച്ച് സാമുദായികമായ ഇക്വേഷൻസ് കേരളത്തിലെ വോട്ട് ബാങ്കിൽ പ്രധാനപ്പെട്ടതാണ്. അന്ന് ആ പൗരത്വ നമ്മളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ കൊറോണയാണ് പ്രധാനമായി പരിഗണിച്ചതെങ്കിലും പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പൗരത്വ സമരത്തിൽ അങ്ങ് ഓർക്കുന്നുണ്ടാവും, പൗരത്വ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ ഇവർ ഈ LDF ഉം UDF ഉം ഒരുമിച്ച് സമരം നടത്തുക എന്നുള്ള അഭിപ്രായം വന്നപ്പോൾ രമേശ് ചെന്നിത്തല അതിൻ്റെ കൂടെ അന്നത്തെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിരുദ്ധ അഭിപ്രായം പറഞ്ഞതോടുകൂടി ഇവരുടെ UDFൻ്റെ വോട്ട് ബാങ്കിൽ സുന്നി EK വിഭാഗം ഇവരുടെ കൂടെ നിന്നൊരു വിഭാഗമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഷോക്കിംഗ് ആയിരുന്നു. മാത്രമല്ല രാഹുൽ ഗാന്ധിയെ 2019 കേരളം അങ്ങോളം ഇവർ കൊണ്ടു നടന്ന് വിജയിപ്പിച്ചതിന് ശേഷം പൗരത്വ സമരത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി വേണ്ട രീതിയിൽ റിയാക്ട് ചെയ്തില്ല എന്നുള്ളതും ഈ ഒരു നിരാശയും ആ നിരാശ കൃത്യമായി പിടിക്കപ്പെടുന്ന പൊളിറ്റിക്കൽ ബേസാക്കി മാറ്റുന്ന പിണറായി വിജയൻ കഴിയുകയും ചെയ്തതോടുകൂടി മുസ്ലിം വോട്ട് വലിയ രീതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെയാണ് വലിയ രീതിയിലുള്ള സ്വീപ്പിലേക്ക് അത് പോകുന്നത്. അത് മാത്രമല്ല ന്യൂട്രലായിട്ടുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ അനുകൂലമായ സമീപനങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന പൊതുബോധ മനസ്സും കൂടെ ചേർന്ന് നടന്നപ്പോഴാണ് 99 എന്നുള്ളിടത്തിലേക്ക് അന്നെത്തപ്പെട്ടത്. ഈ പൗരത്വ ഭേദഗതി നിയമം പുള്ളി അന്ന് ഹൈക്കോടതി പോകുന്നു, സുപ്രീം കോടതി പോകുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ, അതായത് ജനങ്ങൾക്കിടയിൽ ഒരു ഭീതി ബോധപൂർവ്വം സൃഷ്ടിച്ചാണ് വാസ്തവത്തിൽ CPIM ആ കാലത്ത് ഈ മുസ്ലിം വോട്ട് പിടിക്കാൻ ശ്രമിച്ചത് അല്ലേ എന്ന് പറയേണ്ടി വരും. അന്നൊരു ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ ഒരു ഭീതി സൃഷ്ടിക്കാൻ ഇവർ ശ്രമിച്ചത്. ഭീതി പൊടുന്നതിനാണല്ലോ പൗരത്വം വരുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് പൗരത്വ സമരത്തിലേക്ക് ഓർക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു പ്രകടനത്തിലോ പൊതു ഇടത്തിലോ പ്രത്യക്ഷപ്പെടാത്ത പാരമ്പര്യമായ കുടുംബങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന സ്ത്രീകളടക്കം റോട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ രാഷ്ട്രീയ സാഹചര്യത്തെ ഒന്നാകെ ക്യാച്ച് ചെയ്യുന്നതിൽ പിണറായി വിജയൻ വിജയിച്ചു. ഇനി അതേസമയം ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2021 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴോ 2024 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മളുള്ള ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ വ്യത്യാസത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ രാഷ്ട്രീയ വ്യത്യാസത്തിൽ പ്രധാനപ്പെട്ടത് നമ്മളിപ്പം പലതരത്തിൽ ഇപ്പോൾ സർവേ ടീമുകൾ പലതരത്തിലുള്ള ഗ്രാഫുകൾ നമ്മളെ മുന്നിൽ അവതരിപ്പിക്കും. സർവേ അവിടെ നിൽക്കട്ടെ, അല്ല മീൻസ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ അവതരിപ്പിക്കും. അതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ഈ നമ്മൾ സ്വിംഗ് വോട്ടേഴ്സ് എന്ന് പറയുമല്ലോ, അതാണല്ലോ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത്. സ്വിംഗ് വോട്ടേഴ്സിനെ നമ്മൾ താരതമ്യത്തിലേക്ക് അതൊരു ഫിൽറ്ററിംഗ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ സാമുദായികമായി നമ്മൾ തരംതിരിച്ചാൽ അതിൽ പ്രധാനപ്പെട്ട ഗ്രാഫ് ഇപ്പോൾ 4-5% വോട്ടാണെങ്കിൽ അതിലേക്ക് വരുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ടുമാണ്. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് പൊളിറ്റിക്കലാണ്. അത് BJPയിലേക്കും CPMയിലേക്കും കോൺഗ്രസിലേക്കും പരമാവധി ഫിക്സഡ് ആണ്. മറ്റേ വോട്ടാണ് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നത്. ആ തരത്തിൽ വോട്ട് ചാഞ്ചാടുമ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഒരു പാർട്ടി സെക്രട്ടറിയായ 2 പതിറ്റാണ്ട് മുമ്പ് വലിയ രീതിയിലും അതിനു മുമ്പ് ഒരു ഹിന്ദുത്വ ലെഫ്റ്റ് എന്നൊക്കെ പറയുന്നത് പരിപൂർണമായി ശരിയല്ലെങ്കിലും ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു CPMൻ്റേത്. അത് മാറ്റിമറിച്ചത് പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ ലൈനിൽ ഈ മുസ്ലിം സമുദായത്തിലേക്ക് വലിയ രീതിയിൽ കടന്നു കയറിയതോടുകൂടിയാണ് മലപ്പുറം സൈഡിൽ KT ജലീലിനെ പോലുള്ള ആളുകൾ ജയിക്കുന്നതും ആ തരത്തിൽ വോട്ട് ഉയർന്നു വരുന്നതും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ പാടെ റദ്ദ് ചെയ്യപ്പെടുകയാണ് ഈ സമീപകാലത്ത് നടന്ന പല വിവാദങ്ങൾ. അത് BJPയുടെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ളതും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നത് അന്നത്തെ പിണറായി വിജയനേക്കാൾ ഗംഭീരമായി ഇന്ന് VD സതീശനും ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നതോടുകൂടി മുസ്ലിം വോട്ടിൻ്റെ ഏകപക്ഷീയമായ സ്വിംഗ് സംഭവിക്കുന്നു. അതേപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കാണുന്ന ക്രിസ്ത്യൻ ബെൽറ്റിലും അതായത് UDFന് വോട്ട് എവിടെ നിന്നൊക്കെ പൊങ്ങി വരാമോ ആ അത്തരം ഏരിയകളൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം ഇടതിൻ്റെ അടിസ്ഥാന വോട്ടുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും വരുന്നു. നമുക്ക് ഉദാഹരണത്തിലേക്ക് പോകാം. ഈ UDF കഴിഞ്ഞ ഒരു 2.5 പതിറ്റാണ്ടിൽ ആകെ ജയിച്ചത് 2001 AK ആൻ്റണിയുടെ 99 സീറ്റാണ്. മറ്റേത് ഒരു യാദൃശ്ചികമായ ഒരു 500 വോട്ട് കൊണ്ട് മുമ്പ് നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞിട്ടായിരുന്നു. 2001 ആൻ്റണി വന്നത്, 2011 ഉമ്മൻചാണ്ടി വന്നത് 2 സീറ്റ് 500 വോട്ട്. KM ഷാജിയുടെ 300 പിറവത്ത് TM ജേക്കബിൻ്റെ 150 വോട്ടില്ലെങ്കിൽ സർക്കാരില്ല. വെറും 500 മനുഷ്യരാണ് ആ സർക്കാരിനെ നിർണ്ണയിച്ചത്. അപ്പോൾ പറഞ്ഞു വരുന്നത് 2001 രാഷ്ട്രീയ സാഹചര്യത്തെ നമ്മൾ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തേതിന് സമാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി. അന്ന് രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ ചർച്ചയായത് നാദാപുരത്തെ ഒരു മുസ്ലിം സ്ത്രീയെ മാനഭംഗപ്പെടുത്തി എന്നുള്ള വലിയ കോളുകൾക്കും സൃഷ്ടിച്ച രാഷ്ട്രീയം ചർച്ച ചെയ്തപ്പോൾ അന്ന് മുസ്ലിം വോട്ട് കംപ്ലീറ്റ്ലി ഈ ഇടതുപക്ഷത്തു നിന്ന് മാറിയതോടുകൂടിയാണ് അന്ന് വലിയ രീതിയിലേക്കുള്ള ഒരു മാറ്റം വന്നത്. പറഞ്ഞു വരുന്നത് മുസ്ലിം വോട്ട് മാത്രമാണ് ഇവിടെ കേരളത്തിലെ വോട്ടിംഗ് രീതിയെ സ്വാധീനിക്കുന്നത്. ഇതൊരു ഫാക്ടറാണ്. അതേപോലെ ക്രിസ്ത്യൻ വോട്ട് ഫാക്ടറാണ്. ഒപ്പം
പൊതുബോധം സർക്കാരിനെതിരാവുമ്പോൾ ഈ 3 ഫാക്ടേഴ്സും കൂടി അടിച്ച് കയറി വരുമ്പോൾ സർക്കാരിൻ്റെ നിലനിൽപ്പ് തുടരും എന്നുള്ള വാദത്തിനോട് വ്യക്തിപരമായി എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, റാഷിദിനെ എങ്ങനെ അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പിണറായി വിജയൻ വളരെ തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരനാണ്. അതെ, അതുകൊണ്ടാണ് 2021 അദ്ദേഹം കൃത്യമായി മുസ്ലിം പൊളിറ്റിക്സ് അവതരിപ്പിച്ചതും ആ പൗരത്വ ഭേദഗതി നിയമത്തിൽ കയറി അങ്ങേയറ്റം പ്ലേ ചെയ്തതും ശബരിമല വിഷയത്തിൽ പോലും പുള്ളി ഇടപെട്ടത് ഈ മുസ്ലിം രാഷ്ട്രീയം മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അന്ന് ശബരിമല യുവതി പ്രവേശന വിഷയമെന്ന് പുള്ളി കരുതിപ്പോയി. പക്ഷേ യഥാർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം കരുതിപ്പോയി ഈ ശബരിമല ഹിന്ദു വികാരം വ്രണപ്പെട്ടാൽ അതും ഗുണം ചെയ്യുന്നു കരുതിപ്പോയി. അതും പിന്നെ ഇതൊക്കെ കൈകാര്യം ചെയ്ത ഈ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഈ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിലേക്ക് മാറിയത്? എന്തുകൊണ്ടാണ് പിണറായി വെള്ളാപ്പള്ളി ഇറക്കി ഈ മുസ്ലിംസിനെതിരെ മലപ്പുറത്തിനെതിരെ ഫൈറ്റ് ചെയ്ത്? പിണറായിക്ക് അറിയാമല്ലോ അയാളുടെ നിലനിൽപ്പത. എന്താണ് സംഭവിച്ചത്? രാഷ്ട്രീയ തീരുമാനം എടുക്കുമ്പോൾ നിരാശയിൽ നിന്ന് തീരുമാനമെടുത്താൽ സംഭവിക്കുന്നതാണ്. 2019 വലിയ പ്രതീക്ഷയോടുകൂടി ലോക്സഭയിൽ മത്സരിച്ചു. 2019 പരിപൂർണമായി ഇടതുപക്ഷം പരാജയപ്പെട്ടു. എന്നിട്ട് 2021 ജയിച്ചല്ലോ. ഞാൻ വരുന്ന അതിലേക്കാണ്. 19 പരാജയപ്പെട്ടു പോയി, 2021 ജയിച്ചു. ചെറിയൊരു കാലയളവിൽ അസംബ്ലിയിൽ ജയിച്ചു. നേരെ മറിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതേപോലെ പരാജയപ്പെടുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയ സാഹചര്യമാണ്. അതിനോടൊപ്പം പ്രതികരിക്കും മുസ്ലിം സമുദായം എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും അറിയാം. രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ്. പക്ഷേ രണ്ടാമതും ഇടതുപക്ഷത്തെ കൈവിട്ടപ്പോൾ ഇടതുപക്ഷം അന്നൊരു ചർച്ച ഉയർന്നു വന്നു. ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് നഷ്ടപ്പെട്ടു പോയി ഇടതുപക്ഷത്ത് നിന്ന് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. അത് പല വിഷയങ്ങളും ശബരിമല, മറ്റ് ഈ മുസ്ലിം പ്രീണനം എന്നുള്ള BJPയുടെ മറ്റുമുള്ള പ്രചരണങ്ങൾ ആ തരത്തിൽ വന്നപ്പോൾ ഹിന്ദു വോട്ട് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിട്ട് അവർ പ്രയോഗിച്ചതാണ്. അതിൻ്റെ ഭാഗമായി ആ രീതിയിൽ പഴയ കാലത്ത് നഷ്ടപ്പെട്ടു പോയ ഭൂരിപക്ഷ സമുദായം, പ്രത്യേകിച്ച് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള വോട്ട് തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയിൽ ഒരു പ്രയോഗം നടത്തിയതാണ്. പക്ഷേ അത് ഏത് രീതിയിൽ വർക്കാവും എന്നുള്ളതാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഏരിയ. അതുകൊണ്ടാവാം. പക്ഷേ ഞാൻ ചോദിക്കുന്നത് മനഃപൂർവ്വം എനിക്കൊന്ന് അൻവറിനൊരു റോളുണ്ടെന്ന് തോന്നല്ലേ ഈ ഒരു ഷിഫ്റ്റിന്? അതായത് മുസ്ലിം വോട്ട് പിണറായിയിൽ നിന്ന് മാറി UDF-ലേക്ക് പോയ ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ ഷിഫ്റ്റ് അൻവർ റോൾ എടുത്തിട്ടുണ്ടാവില്ലേ? അൻവർ ചില രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അൻവർ ഈ പിണറായിസം മരുമോനിസം എന്നൊക്കെ പറയുന്നത് ചില രീതിയിൽ എൻ്റെ വാക്ക് അദ്ദേഹം എടുത്തു. അതെ, അങ്ങനെയാണെങ്കിൽ എന്തോ അത് വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്ത ഒരാൾ എന്നുള്ള നിലക്ക് ആ രീതിയിൽ അത് പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ തട്ടുന്ന അടിത്തട്ടിലുള്ള ഇടത് വോട്ടുകളെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ഒരു ലെയർ അവിടെ ആടി നിൽക്കുന്നുണ്ട്. അത് BJP-യിലേക്കോ കോൺഗ്രസിലേക്കോ സർക്കാരിനെതിരായിട്ടോ ചെയ്യപ്പെടാനുള്ള നല്ല സാധ്യത ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലുണ്ട് എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരാൻ സാധ്യതയാണ് കാണുന്നത്. നല്ലൊരു സാധ്യത കൂടുതൽ തെളിഞ്ഞു വരുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അപ്പോഴും ഒരു ചോദ്യം ഉണ്ട്. UDF-നെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണമായി ഇപ്പം ഞാൻ പറഞ്ഞ 2 പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. ഒന്ന്, BJP പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ വേറെ ഉറപ്പിച്ചിട്ടുണ്ട്. BJPക്ക് വോട്ട് കൂടാൻ സാധ്യതയില്ലേ? അതെ, സീറ്റും കൂടാൻ സാധ്യതയില്ലേ? അപ്പോൾ ഇത് ആർക്ക് ദോഷം ചെയ്യും? BJP വോട്ട് പിടിക്കുന്നത് ആർക്ക് ഗുണം ചെയ്യും, ആർക്ക് ദോഷം ചെയ്യും? BJP വോട്ട് പിടിക്കുന്നത് ചില ഒരു 10-15ഓളം സീറ്റിൽ, ഉദാഹരണത്തിന് എൻ്റെ നാദാപുരം, കുറ്റ്യാടി മേഖലകളിൽ BJP വോട്ട് ഇപ്പോഴും 8%. അവിടെ BJPയുടെ വോട്ട് വളർച്ച കാണിക്കുമ്പോൾ നഷ്ടം വോട്ട് സംഭവിക്കുന്നത് ഇടതുപക്ഷത്തിനാണ്. അങ്ങനെയുള്ള കുറേയേറെ മണ്ഡലങ്ങളുണ്ട്. തിരുവനന്തപുരത്തുണ്ട് ചില മണ്ഡലങ്ങളിൽ, കണ്ണൂരിലുണ്ട്. ചില മണ്ഡലങ്ങളിൽ UDF-നും അനുകൂലമാവും, ചില മണ്ഡലങ്ങളിൽ LDF-നും അനുകൂലം. അത് വോട്ടെണ്ണി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ അങ്ങനെയാണ് അതിൻ്റെ ഫാക്റ്റ്. അത് ചില ഭൂരിപക്ഷ സമുദായം കൂടുതലായിട്ടുള്ള ചില ഏരിയകളിൽ നിലവിൽ CPM-ന് നഷ്ടം വരും. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മുസ്ലിം വോട്ട് CPM-ലേക്ക് കയറിയ കാലഘട്ടത്തിലാണ്. പഴയ 2 പതിറ്റാണ്ട് മുമ്പ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 8% വോട്ടായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. അതൊരു 12-13% എത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ പോയത് കോൺഗ്രസിലെ നായർ വിഭാഗത്തിൻ്റെ വോട്ടായിരുന്നു BJP-യിലേക്ക് പോയത്. അങ്ങനെ കോൺഗ്രസ് ഒന്ന് ഇരുന്ന്. അപ്പോൾ പിന്നെ രണ്ടാമത് ഒരു 12-14% 16% BJP പോകുമ്പോൾ CPM-ൻ്റെ വോട്ട് പിടിച്ചു തുടങ്ങി. അതാണ് പിണറായിൻ്റെ 10 വർഷ കാലയളവിൽ 16-18 എത്തുമ്പോൾ CPM-ലേക്ക് 19 ലോക്സഭയിൽ അതിന് മോഡി ഫാക്ടർ എന്നുള്ള, രാഹുൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ മോഡി ആരാധകരായിട്ടുള്ള ഒരു 2% വോട്ട് കേരളത്തിലുണ്ട്. അത് ലോക്സഭയിലെ പോൾ ചെയ്യപ്പെടും BJPക്ക്. അത് അസംബ്ലിയിൽ പോൾ ചെയ്യപ്പെടുന്ന ചരിത്രമില്ല. അങ്ങനെ വരുമ്പോൾ ഈ തരത്തിൽ ഈ മുസ്ലിം വോട്ടിൻ്റെ കയറ്റമാണ് ഇടതുപക്ഷത്തിന് പരിപൂർണമായ നഷ്ടം ഗ്രാഫിൽ കാണിക്കാത്തതിൻ്റെ കാരണം. അത് ക്രമേണ BJP പിടിച്ച വോട്ടിനെ മുസ്ലിം വോട്ട് കൊണ്ട് ഫിൽ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടിൻ്റെയും മുസ്ലിം വോട്ടിൻ്റെയും നഷ്ടം CPM-ൻ്റെ ഗ്രാഫ് ഏത് രീതിയിൽ വരും എന്നുള്ളത് വോട്ടെണ്ണുമ്പോൾ കേരളത്തിന് മുന്നിലേക്ക് എത്തിപ്പെടാനുള്ള എല്ലാ സാധ്യതയും. ഈ ഈഴവ വോട്ട് BJP-യിലേക്ക് പോയി ഈ പരിപൂർണമായിട്ടുള്ള ഈ ഈഴവ വോട്ടിൻ്റെ ഒരു ലെയർ BJP-യിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്.
അത് ശബരിമല എന്നുള്ളതല്ല. ശബരിമല വിഷയം നമ്മൾ എടുക്കുമ്പോൾ പിണറായി വിജയൻ വിജയിയായ രാഷ്ട്രീയക്കാരനാണ് കേരളത്തിൽ. പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ 2 തീരുമാനങ്ങളാണ് വലിയ രീതിയിൽ പരാജയപ്പെട്ടത്. അത് ഒന്ന് അബ്ദുൽ നാസർ മഅദനിയുമായി വേദി പങ്കിട്ടതോടുകൂടി വടകര പോലെയുള്ള പാർലമെൻറ്റ് സീറ്റുകളിൽ ആ വോട്ട് ബാങ്കിന് അന്നുണ്ടായ ശോഷണം ഇന്ന് നികത്താൻ കഴിഞ്ഞില്ല. രണ്ടാമത് ശബരിമല വിഷയത്തിൽ തുടക്കകാലത്തിലെടുത്ത സ്റ്റാൻഡ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു ഗ്രാഫിനെ സംബന്ധിച്ചിടത്തോളം പരാജയം സംഭവിച്ച 2 ഡിസിഷൻസ് ആയിരുന്നു. ഈ മദനിയെ പിന്തുണച്ചാൽ എങ്ങനെയാണ് മുസ്ലിം ഏരിയയിൽ പോട്ട് പോകുന്നത്? മുസ്ലിം ഏരിയ അല്ല, അത് ഇടതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്നതിൽ ആ വോട്ട് വലിയ രീതിയിൽ മലബാർ ഏരിയ മുസ്ലിം വോട്ട് കൊണ്ട് മാത്രം നിൽക്കുന്നില്ല. ഇടതിൻ്റെ വോട്ട്, മുസ്ലിം വോട്ട് ഇതിൻ്റെ മേലെ വെക്കുന്ന ഒരു ലഡുവിൻ്റെ മേലെ വെക്കുന്ന ഒരു മുന്തിരി എന്താ പറയുക ചെറി പോലെയാണ്, അത്രയേ ഉള്ളൂ. അതിലും പ്രശ്നം പറ്റിയത് CPM-നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വോട്ടായിക്കോട്ടെ ക്രിസ്ത്യൻ വോട്ടായിക്കോട്ടെ അടിസ്ഥാനപരമായി അത് വലതു വോട്ടാണ്. അത് പല സാഹചര്യങ്ങളിലും ഇടതുപക്ഷത്തിലേക്ക് വരുന്നതാണ്. കാലക്രമേണ അത് എല്ലാ കാലത്തും നിലനിർത്താനാവില്ല എന്നുള്ളത് ഇടതുപക്ഷം തിരിച്ചറിയാത്തത് കൊണ്ട് കൂടിയാണ് അങ്ങ് നേരത്തെ ചോദിച്ച ചോദ്യം ഈ ഒരു ചോദ്യത്തിലേക്ക് വന്നില്ല. BJP-യിലേക്ക് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഏരിയ നിലവിൽ ടച്ച് ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിലേക്ക് വരുമ്പോൾ അവർ ഇത് ഇങ്ങനെ പറയുമ്പോഴും ഞാൻ താങ്കളെ ഈ ദിവസങ്ങളിൽ വീക്ഷിക്കുമ്പോൾ മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ കുറച്ചൊരു കോൺഗ്രസ് താല്പര്യം തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ എങ്ങനെയാണ് ആ കോൺഗ്രസിന് അനുകൂലമായില്ലേ സംസാരിക്കത്തുള്ളൂ? നിഷ്പക്ഷോട് പറയാൻ പറ്റുമോ? ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ രാഷ്ട്രീയം എന്നുള്ളൊരു പാറ്റേൺ ഉണ്ട്. നമ്മൾ രാജ്യത്ത് തന്നെ കഴിഞ്ഞ ഒരു 10 വർഷം എടുത്താൽ അങ്ങ് മാത്രമല്ല രാജ്യത്തെ മാധ്യമങ്ങളും ഭരണപക്ഷത്തേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് പ്രതിപക്ഷത്തെയാണ്. അത് ജനാധിപത്യത്തിൽ ഭരണകൂടത്തിൻ്റെ താല്പര്യമാണ്. നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഭരണകൂടത്തെയാണ്. പ്രതിപക്ഷത്തെ ചർച്ച ചെയ്യുക, പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം നിർവഹിക്കുക എന്ന് പറയുന്നത് അങ്ങേക്കും എനിക്കും ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും പറ്റും. ഭരണപക്ഷത്തിൻ്റെ ആ ക്യാബിനറ്റിന് മാത്രമേ രാജ്യത്ത് അതിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നടപ്പിലാക്കാൻ പറ്റും. നമ്മളെ കൊണ്ട് പറ്റില്ല. പ്രതിപക്ഷത്തിൻ്റെ നമ്മൾ ഓരോ പൗരനും കടമയുള്ളതാണ്. അത് കേവലം ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിന് മാത്രമുള്ളതല്ല. ഒപ്പം ഈ നിഷ്പക്ഷത എന്ന് പറയുന്നതിൽ ഞാൻ കാണുന്നില്ല. ഒരാഴ്ച BJP-ക്ക്, ഒരാഴ്ച കോൺഗ്രസിന്, ഒരാഴ്ച CPM-ന് എന്നുള്ളതല്ല. കൃത്യമായ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയം ഈ നാടിനെ ഭരിക്കുന്ന സർക്കാരിനോട് വിയോജിപ്പ് നമ്മളിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത ഒരു സർക്കാർ രൂപീകരിക്കുന്നിടത്തിൽ ഇടം വരെ നമ്മൾ എടുക്കുന്ന തീരുമാനം അത് നിഷ്പക്ഷമാണ്. അത് കഴിഞ്ഞാൽ ആ സർക്കാരിനെ നമ്മൾ വിലയിരുത്തും. അന്ന് നമ്മളെ വിലയിരുത്തട്ടെ നമ്മൾ ആരുടെ കൂടെയാണ് എന്നുള്ളത്. അതല്ലാതെ അതിനിടയിലുള്ള ഒരു വിലയിരുത്തലിൻ്റെ കൂടെ ഞാനും ഇങ്ങനെ തന്നെയാണ്. എൻ്റെ നിലപാട് ഇത് തന്നെയാണ്. ഓക്കെ. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചു. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജമാഅത്ത് ഇസ്ലാമിയെ തള്ളി പറയാനായിട്ട് VD സതീശന് പറ്റുന്നില്ല. VD സതീശൻ ശക്തനാണ്, കരുത്തനാണ് എന്ന് പറയുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഇതാണ് ഈ കൂടെ CPM ഉപയോഗിക്കുന്ന ഒരു ആയുധം, ജമാഅത്ത് ഇസ്ലാമി. അപ്പം അതേപോലെ തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. മതമാണ് വരുന്നുള്ള KM ഷാജിയുടെ പ്രസംഗം. അപ്പം ഇത് വലിയ തോതിൽ ഇപ്പം ഞാൻ ഈ ക്രിസംഗി സർക്കിളുകളിൽ, ക്രിസംഗി എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് മനസ്സിലായി, ക്രിസംഗി സർക്കിളിലൊക്കെ സംസാരിക്കുമ്പോൾ ഇവരുടെ കൺസേൺ പിണറായി അവർക്ക് കണ്ടുകൂടാ. എന്നെ ഇഷ്ടമുള്ള മലയോര ക്രിസ്ത്യൻ മേഖലയിൽ എന്നെ പിണറായി വേട്ടയാടിയതിൽ അവർക്ക് വലിയ വിരോധമുണ്ട്. പക്ഷേ ഈ മുസ്ലിം തീവ്ര മൗലികവാദ പൊളിറ്റിക്സ്, ഈ KM ഷാജിയുടെ മതമാണ് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും അല്ലെങ്കിൽ മീഡിയ വണിലെ ചർച്ചകൾ, മീഡിയ വണിലെ അടുപ്പിട്ട് ചർച്ച, ഇത് ഈ ഹിന്ദു വോട്ടുകളൊക്കെ CPM-ന്, ഹിന്ദു വോട്ടും നല്ല ക്രിസ്ത്യൻ വോട്ടുകളും ഹിന്ദു വോട്ടുകളും ഒക്കെ CPM-ലേക്ക് കൊണ്ടുപോകാനും കോൺഗ്രസിന് എതിരാകാൻ സാധ്യതയില്ലേ? ആ സാധ്യത ഉണ്ട് എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ എടുക്കുമ്പോൾ വ്യക്തിപരമായി എനിക്ക് ഒരു തരത്തിലും യോജിപ്പില്ലാത്തൊരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് അതിൻ്റെ ആളെണ്ണം കൊണ്ട് ഈ നാടിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിയുന്ന ആളുകളല്ല. അവരുടെ മാധ്യമ വിഭാഗങ്ങളിലൂടെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്നത്. അത് തന്നെയായിരിക്കാം പ്രതിപക്ഷത്തിരിക്കുന്ന VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ ആ രീതിയിലായിരിക്കാം ചിന്തിപ്പിച്ചത്. പക്ഷേ എല്ലാവിധ ജമാഅത്തെ ഇസ്ലാമിക്കും എല്ലാവിധ വർഗീയ എലമെൻറ്റുകൾക്കും അപ്പുറം സെക്കുലർ സ്പേസ് ഇന്നും കേരളത്തിൽ സ്ട്രോങ് ആണ്. ഉദാഹരണത്തിന് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ റിസൾട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ 45% മനുഷ്യർ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വർഗീയതയ്ക്കെതിരാണെന്ന് പറയുന്ന UDF-നോടൊപ്പം അത്യാവശ്യം ഫാസിസം എല്ലാം ഞങ്ങളുടേതെന്ന് പറയുന്ന രാഷ്ട്രീയത്തോട് അവരുടേതായ ന്യായ കൂട്ടങ്ങൾ ചമഞ്ഞ് പറയുന്ന BJP-യുടെ കൂടെ 20%. അത് ഏത് ഭരണകൂടം വന്നാലും പ്രശ്നമില്ല എന്ന് പറയുന്ന 33% വോട്ട് ലെഫ്റ്റിന് കിട്ടുന്നു 2 തെരഞ്ഞെടുപ്പിൽ. അതായത് 45% സെക്കുലർ മീൻസ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെയല്ല ഞാൻ ആ രീതിയിൽ കാണുന്നത്. സെക്കുലർ പൊതുവേ നമ്മളൊരു ഗ്രാഫിലേക്ക് മാറ്റുമ്പോഴുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ജമാഅത്ത് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രധാന പ്രശ്നം ഇതാണ്, ഈ രാഷ്ട്രീയ പാർട്ടികൾ ഭയപ്പെടുന്നതാണ്. ഒരു തരത്തിലും ഭയപ്പെടേണ്ട ഒരു സിസ്റ്റം അല്ല അത്. ജനങ്ങളെ സ്വാധീനിക്കുന്നത് സെക്കുലർ സ്പേസ് ആണ് എന്നുള്ള പരിപൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു KM ഷാജിയെ സംബന്ധിച്ചിടത്തോളം. KM ഷാജിയെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ ഒരു വിടുവായനായിട്ട് ഞാൻ കാണുന്നുള്ളൂ. മൈക്ക് കിട്ടിയാൽ
പ്രസംഗത്തിൻ്റെ കൺട്രോൾ ഏത് ലെവലിലേക്ക് മാറുന്ന ഒരാളാണ്. ആ രീതിയിലുള്ള ഒരാളായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അപ്പോഴും ഞാൻ ചോദിക്കുന്നത് മതമാണെന്ന് അത് പറയുന്നത് അങ്ങനെ അതേ ഷാജി തന്നെ 9.5 ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങളെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഭരിക്കുന്നത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിമേതര മതങ്ങൾക്ക് ഒരു ഭയം ഉണ്ടാക്കുകയും അത് UDF കാരണം ഷാജി UDF ആളാണ്, അപ്പോൾ UDF സാധ്യതയെ ബാധിക്കുകയും ചെയ്യില്ലേ? ഇതിൽ കാര്യം എന്ന് പറഞ്ഞാൽ കേരളം എന്നുള്ളത് സെക്കുലറായി നിലനിൽക്കണം. കേരളം സെക്കുലറായി നിലനിൽക്കണം എന്ന് പറയാൻ നമ്മുടെ നാട്, ഞാൻ എൻ്റെ അങ്ങേക്കാളും ചെറിയ പ്രായമാണ്, ഞാനൊക്കെ കണ്ട സൗഹൃദത്തിൻ്റെ ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയാൽ അതിൻ്റെ ഒരു ഇപ്പം പോയാൽ കിട്ടുന്നൊരു ഫ്രഷ്നെസ് ഉണ്ട്. മറൈൻ ഡ്രൈവിൽ പോയാൽ ഈ വർഗീയ രാഷ്ട്രീയം ഏത് രാഷ്ട്രീയം വന്ന് കയറി കൂടിയാലും നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കും, ഭാവി തലമുറയെ നമ്മളെ ബാധിക്കും. അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് ഈ നാട്ടിൽ രാഷ്ട്രീയം പറയേണ്ട ബാധ്യത മുസ്ലിം ലീഗിനുണ്ട്. ആ ബാധ്യത അവർ നിറവേറ്റിയില്ലെങ്കിൽ ഈ നാട് കണ്ണീരിലണിയും. അത് കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും ബാധ്യസ്ഥപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് തിരിച്ചറിയാതെ KM ഷാജി വന്ന് മൈക്കിന് മുന്നിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് ഈ നാടിനാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ടാവണം. അല്ല, അതുകൊണ്ട് അത് ഞാൻ ചോദിക്കുന്നത് ഈ ഇലക്ഷനെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. ആ ഒരു ബെൽറ്റിൽ, നിങ്ങൾ പറയുന്ന ക്രിസ്ത്യങ്കി ബെൽറ്റിലല്ല, ആ തരത്തിലുള്ള ഇടങ്ങളിൽ അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ആളുകൾ ചോദിക്കുന്നത് അതറിയാം. ഞാനിത് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് ഈ പ്രസംഗമാണ്, നമുക്ക് മറുപടിയില്ല. അത് അവരെ രാഷ്ട്രീയ പാർട്ടികൾ കാണേണ്ടതാണ്. ഈ നാട് നിലനിർത്തേണ്ട ബാധ്യത ഏറ്റെടുക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ ആ തരത്തിൽ, അത് ഇവിടെ മാത്രമല്ല ഇനിയും തുടർന്നൊരു സർക്കാരിലേക്ക് വോട്ട് ജനം UDF കൊടുക്കുകയാണെങ്കിൽ ആ ബാധ്യത നിറവേറ്റേണ്ട ഉത്തരവാദിത്തം മുസ്ലിം ലീഗിനുണ്ട്. ഓക്കെ, നമുക്കപ്പം ഈ ഒരു ജനറൽ പൊളിറ്റിക്സ് നമ്മൾ പറഞ്ഞു. അപ്പം ഭരണം മോശമാണെന്നാണ്, പിണറായിയുടെ ഭരണം മോശമായിരുന്നു കരുതുന്നുണ്ട്. നമ്മളിപ്പോൾ അന്നത്തെ മന്ത്രിസഭാ രൂപീകരണം മുതലിങ്ങോട്ട് പോന്നാൽ പിണറായി സർക്കാരിൻ്റെ ഭരണത്തെ നമ്മൾ വിലയിരുത്തിയാൽ മോശമായിരുന്നു തന്നെ പറയേണ്ടി വരും അല്ലേ? ഒന്നാം സർക്കാരുമായി താരതമ്യത്തിൽ രണ്ടാം സർക്കാർ ഒരു പരാജയത്തിൻ്റെ ഒരു ഗ്രാഫിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. പിണറായിയുടെ ധാർഷ്ട്യം ഇപ്പോൾ വീണ്ടും ഒരിക്കൽ ചർച്ചയായിട്ടുണ്ട്. അത് മാധ്യമങ്ങളിൽ നമ്മളിപ്പോൾ വോട്ട് ഏകദേശം തീരുമാനത്തിലേക്ക് എത്തപ്പെട്ട മനുഷ്യരാണ് മഹാഭൂരിപക്ഷം. അതിലിങ്ങനെ മീഡിയകൾക്ക് ചർച്ച ചെയ്യാൻ പിണറായിയുടെ ധാർഷ്ട്യം അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുള്ള ആളുകളാണ് നാട്ടിലെ പൗരന്മാർ, നാട്ടിലെ വോട്ടർമാർ. നമ്മളൊക്കെ നിരന്തരം അത് കൊടുക്കണമെന്നില്ല. പല ന്യൂസുകളും വന്നിട്ട് ചേലക്കര സമയത്ത് കണ്ണൂരിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയം ഉണ്ടായിരുന്നു, PP ദിവ്യ ബന്ധപ്പെട്ട്. പക്ഷേ ചേലക്കരയിൽ അത് CPM വല്ലാതെ ബാധിച്ചില്ല. അങ്ങനെ പല തരത്തിൽ വരുന്ന വാർത്തകളും ചർച്ചകളും എല്ലാം ജനം ഫിൽട്ടർ ചെയ്യും. ഓക്കെ, അപ്പം ഇനി നമുക്ക് നമ്മുടെ മേജർ എലമെൻറ്റിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, BJPയുടെ ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പെർഫോമൻസിലേക്ക് നമുക്ക് വരാം. അപ്പം 2016 അവർ നേമത്ത് ജയിച്ചു. അന്ന് BDJS വലിയ തുടക്കക്കാലമാണ്. ആ വെള്ളാപ്പള്ളി നടേശനാണ് കേരളത്തിൻ്റെ പ്രവീൺ തൊഗേഡിയെ ഭയങ്കരമായി വർഗീയത പറഞ്ഞാണ് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തിറങ്ങുന്നത്. അങ്ങനെ ഒരു സീറ്റ് കിട്ടി, വലിയ തോതിൽ അവർ വോട്ട് പിടിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് BJPയുടെ വോട്ട് കുറഞ്ഞു പോകുന്നതാണ് നമ്മൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കാണുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJP ഒരു 10-11 സീറ്റിൽ 1-ാം സ്ഥാനത്തെത്തി നിയമസഭയിൽ. ഞാൻ പറഞ്ഞത് തൃശ്ശൂർ ജയിച്ചു, അവിടുത്തെ 7 മണ്ഡലത്തിൽ അവർ 1-ാമതെത്തി. അവർ ആറ്റിങ്ങലും തിരുവനന്തപുരത്തും ഏകദേശം 2-ാമതെത്തി. ഇപ്പോൾ ആറ്റിങ്ങലൊക്കെ എന്ന് പറഞ്ഞാൽ 3-ാം സ്ഥാനത്തെത്തി എന്ന് പറഞ്ഞാലും ജയിച്ച പ്രകാശുമായിട്ടുള്ള വ്യത്യാസം 15000 വോട്ടാണ്. അപ്പോൾ അത്ര വ്യത്യാസം. അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാം BJP ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. എന്ന് മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖരെ പോലെ പ്രഗത്ഭനായ ഒരു പ്രൊഫഷണലെ അവർ നേതൃരംഗത്തുണ്ടാക്കി. സ്ഥാനാർത്ഥി നിർണയം സാമാന്യം തരക്കേടില്ലാതെ അവർ കൊണ്ടുവന്നിരിക്കുന്നു. എന്ന് മാത്രമല്ല, 2020 പിടിച്ചുകൊണ്ട് CPM ഗുണം ചെയ്യുന്ന തരത്തിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് എന്നുള്ള ആരോപണമുണ്ട്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതിൻ്റെ പെർഫെക്ഷനിലാണ് BJP കൈകാര്യം ചെയ്തത്. അതിപ്പം ആ കാര്യം ഞാനത് അടുത്ത് വീക്ഷിക്കുമ്പോൾ BJPയുടെ ചരിത്രത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോഴാണ്. എങ്ങനെ ഇതിനെ ബാധിക്കും? BJPയുടെ സാധ്യത എങ്ങനെ കാണുന്നു? BJP ഇപ്പം ഗംഭീരമായി പെർഫോം ചെയ്ത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 19%, ഏകദേശം 20%. അതിൽ നമ്മൾ ആദ്യം കാണേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി എന്നുള്ളത് സ്വീകരിക്കപ്പെടുന്നുണ്ട്. ആ ഒരു ഫിഗറിനെ സ്വീകരിക്കപ്പെടുന്നു. മോദി, നമ്മൾ കേരളത്തിൽ പലപ്പോഴും ചർച്ച ചെയ്യുന്ന രാഹുൽ ഗാന്ധി ഫാക്ടർ എന്നുള്ളതാണ്. സമാനമായി നരേന്ദ്രമോദിക്കും ലോക്സഭയിൽ ഒരു ആരാധക വൃന്ദമുണ്ട്, അവർ വോട്ട് ചെയ്യുന്നുണ്ട്. അത് ഏകദേശം 2% മേലെ ആ നരേന്ദ്രമോദിയുടെ വോട്ടാണ്. അത് അസംബ്ലിയിലെത്തുമ്പോൾ അതേ രീതിയിൽ നിലനിർത്തുക എന്നുള്ളത് വലിയ മത്സരം വരുമ്പോൾ BJPക്ക് പ്രായോഗിക തലത്തിൽ പ്രായോഗികമാകും. 2019 ഈ ഇമ്പാക്റ്റ് ഉണ്ടായില്ലല്ലോ. 2019 പിടിച്ച ലോക്സഭയിൽ പിടിച്ച അതേ വോട്ട് ഷെയർ നിലനിർത്തുക. അന്ന് നോക്കിയാൽ മതി, 2%, 2.5% വോട്ടിലേറെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു 2021 തെരഞ്ഞെടുപ്പ്. അതിനേക്കാൾ കൂടുതൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു 2021. ഞാൻ അതല്ല പറഞ്ഞത്,
2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ഇമ്പാക്ട് ഉണ്ട്. അന്ന് മോദി ഉണ്ടല്ലോ, അന്ന് മോദി മോദി തരംഗമുള്ള ഗ്രാഫ് ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബി ജെ പിൻ്റെ നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് തെരഞ്ഞെടുപ്പ് 2019 2024 എടുക്കുമ്പോൾ 2% വോട്ട് LDF ഒന്നും കട്ടാക്കിയിട്ടുണ്ട്, 2% വോട്ട് UDF ഒന്നും കട്ടായിട്ടുണ്ട്. അത് 2% 15% 19%ലേക്കാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് വളർച്ച കണ്ടത്. അതായത് 4% മനുഷ്യർ ഇരുപക്ഷത്ത് നിന്നായിട്ട് മനുഷ്യർ മാനസികമായ രാഷ്ട്രീയ BJP ഉയർത്തുന്ന രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാൻ കേരളത്തിൽ 5 വർഷം കൊണ്ട് 4% വോട്ട് അങ്ങോട്ട് വർദ്ധിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഇപ്പം ഒരു പുതിയ രീതിയിലുള്ള രാഷ്ട്രീയമാണ് പരീക്ഷിക്കുന്നത്. വലിയ രീതിയിൽ എല്ലാ വിഷയങ്ങളിലും ചാടിക്കയറി ഇടപെടുന്നില്ല. അവർ കൃത്യമായ മണ്ഡലങ്ങൾ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകുന്നത്. പക്ഷേ BJP ഈ സെക്കുലർ ദേശീയ തലത്തിൽ നോർത്ത് ഇന്ത്യയിൽ പറയുന്ന അതേ രീതിയിലുള്ള ഒരു രാഷ്ട്രീയം കേരളത്തിൽ അത് വിളവെടുക്കുക എന്നുള്ളത് എളുപ്പമല്ല. നിലവിൽ രാജീവ് ചന്ദ്രശേഖർ സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്ന ആ രീതി വരുമ്പോൾ അത് മുസ്ലിം ക്രിസ്ത്യൻ മേഖലകളെ ടച്ച് ചെയ്ത് പോകുമ്പോൾ അത് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ കിട്ടണം എന്നില്ല. പക്ഷേ അത് വെച്ചിട്ട് ഒരു സെക്കുലർ ഫിഗർ മുഖമായി മാറുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വോട്ട് വരും. പിന്നെ ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ 2 ഐഡിയോളജിക്കൽ ചർച്ച അവരിൽ നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് ഭരണത്തിലേക്ക് വരുന്നതിനെ തടയണോ, അതല്ല മുസ്ലിം ലീഗ് വരുന്നത് പരിഗണിക്കാതെ വോട്ട് ചെയ്യണോ. BJPയെ സംബന്ധിച്ചിടത്തോളം 20%ലേക്ക് വോട്ട് ഈ പ്രാവശ്യം എത്തിക്കുക, 4-5 സീറ്റ് എത്തിക്കുക എന്നുള്ളതല്ലാതെ മറ്റുള്ള ഒന്നും ആരുടെ ഭരണത്തെ തടയാനോ ആരുടെ ഭരണത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യാനോ നിന്ന് കഴിഞ്ഞാൽ BJPയുടെ വളർച്ച വീണ്ടും ഗ്രാഫ് നിന്നെടുത്ത് നിൽക്കും. അത് തിരിച്ചറിയാതെ BJP പോയാൽ BJPയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് BJP രാഷ്ട്രീയത്തിൻ്റെ ഒരു മറുതലക്കൽ വരുമ്പോഴാണ് BJPക്ക് രാഷ്ട്രീയം പറയാനുള്ള വളർച്ച കൂടുതലായിട്ടുള്ള സാധ്യതകൾ. അതല്ലാതെ LDFിനേക്കാളും BJPക്ക് രാഷ്ട്രീയമായ സ്പേസ് കിട്ടുക അവരുടെ ഭരണം വരുമ്പോഴാണ്. അതല്ലാതെ തിരിച്ച് ലെഫ്റ്റിനെ തന്നെ ഭരണത്തിലേക്ക് തുടർച്ചയായി വന്നതുകൊണ്ട് നേട്ടമുണ്ടാവുമെന്ന് 2021 പറഞ്ഞിട്ടുണ്ടായിരുന്നു. 26 എത്തുമ്പോൾ കോൺഗ്രസിന് ഒന്നും സംഭവിച്ചിട്ടില്ല. തുടർ ഭരണം ചരിത്രത്തിൽ ആദ്യമായി വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ BJPക്ക് വലിയ വളർച്ച ഉണ്ടാവും, കോൺഗ്രസ് ലീഡേഴ്സ് എല്ലാം അങ്ങോട്ട് പോകും എന്നുള്ള ആശങ്ക. ആ തരത്തിലൊന്നും സംഭവിക്കില്ല. കേരളത്തിൻ്റെ വോട്ടിംഗ് സ്ട്രക്ചർ, അതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് ആ തരത്തിൽ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും കഴിയില്ല. അപ്പോഴേ നമുക്ക് BJPയുടെ സാധ്യതകളിലേക്ക് പോകാം. ഇപ്പം BJP എത്ര സീറ്റ് വരെ പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തുന്നത് ഏകദേശം? BJP സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇന്നത്തെ സാഹചര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നേമവും പാലക്കാടുമാണ് അത് ഒരു ഗംഭീരമായി ഇപ്പം നിലനിൽക്കുന്നത് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം SAR ഒരു ഫാക്ടറായിരിക്കും. SARൻ്റെ കൃത്യമായി കണക്ക് ഞാൻ പരിശോധിച്ച് നമുക്ക് നമ്മളിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം 2,72,00,000 വോട്ട് എന്നുള്ള ഒരു കണക്ക് വന്നിട്ടുണ്ട്. ഈ SAR BJPക്ക് പ്രതികൂലമാവാനുള്ള ചില സാധ്യതകളുണ്ട്. A ക്ലാസ് മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ വോട്ട് വെട്ടപ്പെട്ടു പോയ ഒരു പ്രശ്നം BJP അവരുടെ വോട്ടാ പോയ നിർബന്ധത്തിൽ അവരെ എതിർ വോട്ടുകളാണ് മറ്റ് മണ്ഡലങ്ങളിലും പോകണമായിരുന്നു. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ 10,000 കണക്കിന് വോട്ടുകൾ. അവരവിടെ ഫോക്കസ് ചെയ്ത് കളയിച്ചായിരിക്കും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായി നോക്കേണ്ടതില്ല. പക്ഷേ BJPയുടെ A ക്ലാസ് മണ്ഡലത്തിൽ മാത്രം വോട്ട് നഷ്ടപ്പെടുമ്പോൾ അത് സ്വാഭാവികമായ ചിന്തയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPക്ക് വോട്ട് ആനുപാതികമായ നഷ്ടം ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായും അവരെ മണ്ഡലത്തിൽ പോകുമ്പോൾ ആനുപാതികമായ ഒരു ഗ്രാഫിൽ BJPക്ക് ആ തരത്തിൽ വോട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ BJPക്ക് ചില തിരിച്ചടികൾക്കുള്ള സാധ്യത കൂടി ഉണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ ഒരു വിലയിരുത്തലിൽ നേമവും പാലക്കാടും വിജയസാധ്യത നന്നായി കാണുന്നു. ഒന്ന് ആ മണ്ഡലത്തെ ഒന്ന് വിലയിരുത്താം, നേമത്തെ ഒന്ന് വിലയിരുത്താമോ? നിയമത്തിൻ്റെ നമ്മൾ പറഞ്ഞു വരുന്നതാണ്. നിയമത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ബേസ് BJPക്ക് ഉയർന്നു വന്നിട്ടുണ്ട്, സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്. പിന്നെ രാജീവ് ചന്ദ്രശേഖർ പണി കുറച്ച് കാലമായിട്ട് നിയമത്തിൽ നന്നായി ഫോക്കസ് ചെയ്യുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ പ്രസിഡൻ്റായ ശേഷം തിരുവനന്തപുരം ജില്ലയെ നന്നായി വലിയ രീതിയിൽ ഫോക്കസ് ചെയ്ത് രാഷ്ട്രീയം നീക്കുന്നുണ്ട്. പിന്നെ പാലക്കാട് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ഇലക്ഷൻ മാനേജ്മെൻറ്റ് ഇലക്ഷനിൽ ഒരു പ്രത്യേക കരിഷ്മയുള്ള ഒരു ഓറ ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ആളുകളെ കയ്യിലെടുക്കുന്നതിൽ സ്ത്രീ വോട്ടർമാരെ കയ്യിലെടുക്കുന്നതിൽ ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട്. എവിടെ നിന്നാലും ഒരു 5% വോട്ട് വ്യക്തിപരമായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ആ തരത്തിൽ വരുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ശോഭ നിലവിൽ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പിഷാരടി തരക്കേടില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട്. കാലത്ത് ഇപ്പം ഞാൻ പറഞ്ഞ ഇന്നലെ തോമസ് ഐസക്കിന് കൊടുത്ത മറുപടി, അല്ലെങ്കിൽ അഖിൽ മാരാർ കൊടുത്ത മറുപടിയൊക്കെ 1-2 മറുപടികൾ മാത്രം വെച്ച് പറയാൻ പറ്റില്ല. പക്ഷേ പിഷാരടി ന്യൂജൻ വോട്ടുകളിലേക്ക് പിഷാരടിയും ഒരു ഫോക്കസ് ഉണ്ട്. നമ്മളെക്കാൾ കൂടുതൽ ഒരു ഏരിയ ഉണ്ടാവും. നമ്മുടെ ശ്രദ്ധ എത്താത്തൊരു ചെറുപ്പക്കാരിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യത. ഈ പാലക്കാട് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെയാണ് LDF കൊണ്ടുവന്നത്. അതെ, ഇതെങ്ങനെ ബാധിക്കും? ആ തരത്തിൽ ഞാൻ പറഞ്ഞ ഇപ്പം ഈ
മുസ്ലിം വോട്ടർമാർ മുസ്ലിം കാൻഡിഡേറ്റ് എന്ന നിലയിൽ പിഷാരടിക്കുന്നതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് പോകാൻ സാധ്യത മുസ്ലിം ഒരു സ്പ്ലിറ്റ് ആകാൻ സാധ്യതയില്ലേ? ആ തരത്തിൽ സ്ഥാനാർത്ഥിയുടെ ഒരു ജാതി മതം നോക്കി മനുഷ്യർ ആ വലിയ രീതിയിൽ വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു മതത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇത് ഇടതുപക്ഷം അത്തരത്തിൽ നീക്കം നടത്തുമ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ കുറേ മണ്ഡലങ്ങൾ എണ്ണി പറയുമ്പോൾ BJP CPM ഡീല് എന്നുള്ളൊരു ഏരിയയിലേക്ക് പിന്നെ ഇപ്പോൾ ഈ BJP പരസ്പരം രാഷ്ട്രീയം അവരെ സംബന്ധിച്ച് പറയുന്നില്ല. BJP CPM-നെതിരെ പറയുന്നില്ല, CPM BJP-എതിരെ പറയുന്നില്ല എന്നുള്ളതുണ്ട്. അതിൻ്റെ അന്തർധാരയെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല. അല്ല, അപ്പം എന്തായാലും പാലക്കാട് വലിയ സാധ്യത കൽപ്പിക്കുന്നു. സാധ്യതയുള്ളൊരു മണ്ഡലമായിട്ട് മാറുന്നുണ്ട്. വേറെ മണ്ഡലമൊന്നും കാണുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞ കഴക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ എനിക്കില്ല. പിന്നെ നമുക്ക് നോക്കാം. മുമ്പ് ഇതേപോലെ നമ്മളൊരു സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞത് എന്നെ പലരും ഞാൻ എവിടെയും കുറിപ്പിടും പ്രഡിക്ഷനൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. സുരേഷ് ഗോപിയുടെ അങ്ങയുടെ ചോദ്യത്തിൽ ഞാൻ പ്രതികരിച്ചത് എന്നെ വലിയ രീതിയിൽ സൈബർ സ്പേസിൽ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപി പരാജയത്തിൻ്റെ സാധ്യതകൾ ഞാൻ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു അന്നത്തെ സാഹചര്യത്തിൽ. പക്ഷേ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് റിസൾട്ട് വന്നപ്പോൾ ലക്ഷത്തിന് മേലെ വോട്ടുകൾ അവിടെ പ്രശ്നത്തിലാണ് കിടക്കുന്നത്. വോട്ട് കാണുന്നില്ല, ആ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത്. അതിൻ്റെ പിന്നാമ്പുറ രാഷ്ട്രീയം എനിക്കറിയില്ല. അന്ന് അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയതോടുകൂടി ഞാൻ സുരേഷ് ഗോപി തോക്കുന്ന് പറഞ്ഞ ഒരാളാണ് എന്നുള്ള രീതിയിൽ സൈബർ സ്പേസിൽ അത്യാവശ്യം നല്ല രീതിയിൽ. ഈ മുരളീധരൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എന്ന നിലയിൽ കൂടി ഞാൻ പറയാം. നിങ്ങൾ ഈ എല്ലാവരോടും ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളെന്ന നിലയിൽ ഞാൻ പറയുന്ന കാര്യം, ഈ മുരളീധരനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഏത് മുരളീധരൻ? വി മുരളീധരൻ. കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയനാണ് വി മുരളീധരൻ. പിണറായിയുടെ ബേസ് എന്ന് പറയുന്നത് 2009 നടന്ന മണ്ഡല പുനർവിഭജനമാണ്. അത് 2011 പോലും LDF-ന് തുടർഭരണം കിട്ടേണ്ടതാണ്. പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പിണറായി വേണ്ടെന്ന് വെച്ചു. കാരണം പിണറായിക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റത്തില്ല, അന്ന് VS മുഖ്യമന്ത്രിയാവും. അതുകൊണ്ടാണ് ഈ ഉമ്മൻചാണ്ടി ജയിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ 500 വോട്ടിൽ ഉമ്മൻചാണ്ടി ജയിച്ചു എന്ന് പറയുന്നത് പിണറായിയുടെ ഔദാര്യമാണ്. അപ്പോൾ ഈ വി മുരളീധരൻ മറ്റൊരു പിണറായിയാണ് എന്ന് വെച്ചാൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ നോക്കിയാൽ മതി. വി മുരളീധരൻ പിണറായിയെ പോലാണ് ചിരിക്കുന്നത്, വി മുരളീധരൻ പിണറായിയെ പോലാണ് നടക്കുന്നത്. പക്ഷെ പിണറായിയുടെ അത്രയും ധാർഷ്ട്യം അദ്ദേഹം കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിനെ പോലെ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ കേരളത്തിലില്ല. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. രാജീവ് ചന്ദ്രശേഖർ വിജയത്തിൻ്റെ വക്കിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ മുരളീധരനെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു വിലയിരുത്താൻ പറ്റിയില്ല. പക്ഷെ മുരളീധരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റത് കേവലം ജയത്തോടടുത്തെത്തി. ഇതാണ് മുരളീധരൻ. അപ്പം മുരളീധരൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം വന്ന് വർക്ക് ചെയ്തത് മുഴുവൻ ആ മണ്ഡലത്തിലായിരുന്നു. ഈ തരത്തിൽ ഒരു വലിയ ഈ കഴക്കൂട്ടത്ത് ഇദ്ദേഹം ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ശോഭ വന്ന് മത്സരിച്ചെങ്കിൽ അതിന് മുമ്പത്തെ തവണ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ കഴക്കൂട്ടം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിഞ്ഞ 10 വർഷമായ പ്രവൃത്തി. കുറേ കാലമായിട്ട് ഒരുപക്ഷെ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുപരിചിതനായിരിക്കുന്ന നേതാവ് ഈ മുരളീധരനായിരിക്കും. അപ്പോൾ ഈ അന്തരീക്ഷവും സാമ്പത്തിക പിന്തുണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റവും അത് നൽകിയിരിക്കുന്ന ആത്മവിശ്വാസവും ഇതെല്ലാം കൂടെ മുരളീധരൻ ജയിക്കത്തില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? കഴക്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയം ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഇടതുപക്ഷവും ആ സ്ഥാനാർത്ഥിയും ഗംഭീരമായിട്ട് അവിടെ ഗ്രൗണ്ടിലുള്ള ഒരാളാണ് എന്നുള്ള നിലക്കാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ വലിയ തിരുവനന്തപുരത്തിനെ കുറിച്ച് ഞാൻ നിലവിൽ എൻ്റെ മലബാർ ഏരിയയിലുള്ള സീറ്റുകളെ പറ്റിയാണ് കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പതിയെ ഞാൻ ഈ മണ്ഡലങ്ങളിലേക്ക് എത്തപ്പെടും ഞാൻ പറയാം. എനിക്ക് മനസ്സിലായി. നിങ്ങൾ പറയൂ, മഞ്ചേശ്വരം എന്തുകൊണ്ട് ജയിക്കത്തില്ല എന്ന് പറയുന്നത്? കാരണം 89 വോട്ടിനാണ് 2016 തോക്കുന്നത്. 955 വോട്ടിനാണ്. മഞ്ചേശ്വരത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ക്രിക്കറ്റിൽ സൗത്ത് ആഫ്രിക്ക ഓർമ്മയോ. ലോകകപ്പ് വരുമ്പോൾ സൗത്ത് ആഫ്രിക്ക ജയത്തോടടുത്തെത്തും. അതേപോലെ കെ സുരേന്ദ്രൻ പലപ്പോഴും ജയത്തിൻ്റെ അങ്ങേ അറ്റം വരെ എത്തും. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിനത്തിൽ ഏറ്റവും ക്യൂരിയോസിറ്റിയോട് കൂടി നമ്മളൊക്കെ കാണും. അവസാനം ആ മനുഷ്യൻ പരാജയപ്പെട്ടു പോകുന്നു. അത് അവിടുത്തെ ഒരു വോട്ട് ബേസ് അങ്ങനെയാണ്. ഈ പ്രാവശ്യം എന്ത് സംഭവിക്കും എന്നുള്ളത് വലിയ അവിടെ SDP സ്ഥാനാർത്ഥി വരുന്നുണ്ട്. ആ തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ചിലത് ഭാഗ്യത്തിൻ്റെ കൂടി അന്തരീക്ഷം കൂടെ നോക്കണം. അതായത് ഞാൻ പറഞ്ഞത് ഈ 2016-ലും 2021-ലും BJP വലിയൊരു പ്രതീക്ഷയിലായിരുന്നില്ല. BJPക്ക് മൊത്തത്തിൽ ഒരു വലിയ അനുകൂല തരംഗമായിരുന്നില്ല. അങ്ങനല്ല 2026-ൽ BJPക്ക് അനുകൂലമായ ഒരു ഫീൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മഞ്ചേശ്വരം എന്തുകൊണ്ട്
ജയിക്കാതിരിക്കത്തില്ല എന്ന് എൻ്റെ ചോദ്യം. പറയൂ, അതെങ്ങനെയാണ് മഞ്ചേശ്വരം നിങ്ങൾ ജയിക്കുക അല്ല എന്ന്? മഞ്ചേശ്വരത്തിന്റെ ഒരു വോട്ട് ബേസ് അത് ഇടതുപക്ഷത്തു നിന്ന് പോലും UDF സപ്പോർട്ട് കിട്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. ഇന്നത്തെ സാഹചര്യത്തിൽ ആ തരത്തിലൊരു രാഷ്ട്രീയം ഇടതുപക്ഷം മുന്നോട്ട് നീക്കുന്നില്ല. അപ്പൊ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നുള്ള ആകാംക്ഷ ഏതൊരു മനുഷ്യനെ പോലെ എന്നിലും ഉണ്ട്. അത് വോട്ട് എണ്ണി കഴിയട്ടെ, നമുക്ക് നോക്കാം. മഞ്ചേശ്വരം പോലെ 80 വോട്ടിന് 100 വോട്ടിന് 500 വോട്ടിന് മറിയുന്ന മണ്ഡലങ്ങളെ കുറിച്ച് പ്രൊഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ദൈവികമായ എന്തെങ്കിലും കഴിവും ഞാൻ വേണം വിലയിരുത്തുന്നത്. എൻ്റെ നിഗമനം ഞാൻ പറയാം. ഞാൻ വിലയിരുത്തുന്നത് നേമം, പാലക്കാട്, കഴക്കൂട്ടം, മഞ്ചേശ്വരം ഈ 4 സീറ്റ് ഉറപ്പായിട്ടും BJPക്ക് കിട്ടുന്നതാണ്. ഒരു പക്ഷേ വട്ടിയൂർക്കാവും. 4 എണ്ണം നിങ്ങൾ വിലയിരുത്തിയതിൽ ഞാൻ എതിരഭിപ്രായം പറയാൻ പാടില്ല. എന്താ വെച്ചാൽ ഇത് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ സ്ഥാനാർത്ഥികളും ആളുകളൊക്കെ ഗ്രൗണ്ടിലുള്ളതാണ്. വട്ടിയൂർക്കാവിലെ സാധ്യത പറയുമ്പോൾ അഞ്ചാമതായിട്ട് പറയുമ്പോൾ BJPയുടെ സാധ്യത പറയുമ്പോൾ ഞാൻ എതിർപ്പ് പ്രകടിപ്പിക്കാതിരിക്കുന്ന ഒരു അനീതി 4-ലില്ല. ഇല്ല. ഞാൻ വട്ടിയൂർക്കാവിനെ ഞാൻ പറഞ്ഞത് ഒരു സാധ്യത മാത്രം പറഞ്ഞാണ്. വട്ടിയൂർക്കാവിൽ തീർച്ചയായും മുരളീധരൻ 4ന്റെ സാധ്യത മനുഷ്യരാകെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന മനുഷ്യരാകെ ഇട്ട് ഫിൽട്ടർ ചെയ്യുന്ന ഒരു മണ്ഡലങ്ങളാണ് ഈ 4 മണ്ഡലങ്ങളും. പാലക്കാട്, ഈ പറഞ്ഞ നേമവും മഞ്ചേശ്വരം ഒക്കെ. വട്ടിയൂർക്കാവ് മുരളീധരൻ വന്നതോടുകൂടി സിറ്റുവേഷൻ മാറ്റമുണ്ട്. മുരളീധരൻ വന്ന വട്ടിയൂർക്കാവിന്റെ സ്ഥാനാർത്ഥിയും ആ രീതിയിൽ മുന്നോട്ട് വരാൻ സാധ്യത വളരെ കുറവാണ്. BJP പ്രൊജക്ട് എന്താ വെച്ചാൽ BJP കൊടുത്ത അവസരത്തെ അവർ ആ രീതിയിലല്ല കണ്ടത്. പ്രധാനമന്ത്രിയുടെ വേദിയിൽ പോലും മുഖം തിരിഞ്ഞു നിന്ന ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ ഏത് രീതിയിൽ, പ്രത്യേകിച്ച് മുരളീധരന്റെ ജയപരാജയങ്ങൾ അവിടെ വേറൊരു രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പല ഇക്വേഷൻസ് വർക്കിംഗ് ആയ ഒരു മണ്ഡലമാണ് അത്. അപ്പോൾ വട്ടിയൂർക്കാവ് ശരിയാണ്. മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം നിർണായകമാണ്. മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം നിർണായകമാണ്. കാരണം മുരളീധരന് ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുള്ള ഗ്രിപ്പ് മറ്റാർക്കും ഇല്ല. വ്യക്തിപരമായി ചോദിക്കുകയാണെങ്കിൽ മുരളീധരൻ പാലക്കാട് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ മുരളീധരനാണ് മത്സരമെങ്കിൽ അത് കേരളത്തിലെ ഒരു ഗംഭീര മത്സരമായിട്ട് മാറും. ഇല്ല, കാരണം മുരളീധരന് ആ പരീക്ഷണങ്ങളെല്ലാം തോറ്റുപോയില്ലേ. അദ്ദേഹം പോയി, നിങ്ങളിത് പറയുമ്പോഴും അദ്ദേഹത്തെ കൊണ്ട് നേമത്തെ കൊണ്ട് നിർത്തിയിട്ട് തോറ്റുപോയി. അദ്ദേഹത്തെ കൊണ്ട് തൃശ്ശൂർ കൊണ്ട് നിർത്തിയിട്ട് തോറ്റുപോയി. അല്ല, നിങ്ങളീ പറയുന്നത് മര്യാദയ്ക്ക് അങ്ങനെ വടകര ജയിച്ചേരെ അങ്ങനെ കൊണ്ടുവന്ന് ഇതേ നിങ്ങൾ പറഞ്ഞ് BJPക്കെതിരെ കൊണ്ട് അവതരിപ്പിച്ചില്ല. അങ്ങനെയല്ല, BJPക്കെതിരെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ വ്യക്തിക്കെതിരെയോ എതിർ പാർട്ടികളോ എതിർ രാഷ്ട്രീയ സംബന്ധിച്ച് നിയമത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹം പോയതിനു ശേഷം അവിടെ വോട്ട് ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ നിയമത്തെ BJP അദ്ദേഹത്തിന് ടാർഗറ്റ് ചെയ്യും എന്നുള്ളൊരു ചർച്ച ഉണ്ടല്ലോ പരാജയത്തിന്റെ പേര്. പക്ഷേ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശത്തിൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ മുരളീധരൻ ഇറങ്ങി പുറപ്പെട്ട് ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തതിന്റെ ഗുണം കിട്ടിയിട്ടുണ്ട് BJP. അതല്ല എങ്കിൽ 50 സീറ്റിലേക്ക് BJP എത്താനുള്ള സാധ്യതയില്ല. ശബരിനാഥും മുരളീധരനും ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തത് CPM-ന്റെ വോട്ടുകൾ കട്ടായി പോയിട്ട് 19-20 സീറ്റ് കോൺഗ്രസിന് വർദ്ധിച്ചതല്ല. BJPയുടെ മുന്നോട്ടുള്ള കുതിപ്പിൽ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നതിൽ ഇടതുപക്ഷത്തിന്റെ കുറേയേറെ വോട്ടുകൾ സ്പ്ലിറ്റ് ആയിട്ടുണ്ട് UDF-ലേക്ക്. അങ്ങനെ 10 സീറ്റും കിട്ടുന്നത് BJP കയറി വരാനാണ് സാധ്യത. BJPയുടെ ആ തരത്തിലുള്ള രാഷ്ട്രീയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെയാണല്ലോ ആരോഗ്യകരമായി നടക്കട്ടെ. ഓക്കെ, അപ്പം നിങ്ങൾ ബാക്കി നോക്കൂ. നമുക്കപ്പം മണ്ഡലത്തിലേക്ക് പോകാം. മണ്ഡലം അല്ലെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ ജനറലി പറയൂ. ഇടതുപക്ഷത്തിൻ്റെ ഒരു നിങ്ങൾ മലബാർ മുതൽ വരുന്നു, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സാധ്യത നിങ്ങൾ വിലയിരുത്തുന്നത്? ഇടതുപക്ഷ അല്ല UDF-ന്റെ സാധ്യത? UDF-ന്റെ സാധ്യത മലബാറിൽ നോക്കിയാൽ ഒരു കാസർഗോഡ് 5 സീറ്റ്, കാസർഗോഡ് ജില്ല എടുക്കൂ. 5 സീറ്റ് കാസർഗോഡ് നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ണൂർ 11 സീറ്റ്. കാസർഗോഡ് പറയും, കാസർഗോഡ് 5 സീറ്റിൽ ആ തരത്തിലുള്ള ഒരു പ്രൊഡിക്ഷൻ ഞാൻ നിലവിൽ പോകാൻ അത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറേയേറെ പണിയുള്ള കുറേയേറെ ചേരുകൾ ചേർക്കുക. ഞാൻ പറഞ്ഞ മണ്ഡലം എടുത്ത് പറയണ്ട. ഇല്ല, ആ തരത്തിൽ പ്രൊഡിക്ഷൻ എന്നുള്ളത് ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട് രാഷ്ട്രീയ സാഹചര്യം. അല്ല, മണ്ഡലം എടുത്ത് പറയണ്ട എങ്കിൽ പോലും ഞാൻ പറഞ്ഞ 5-ൽ എത്ര UDF-ന് കിട്ടാൻ സാധ്യത? ഇപ്പം മാക്സിമം പോയാൽ 3 വരെയുള്ള സീറ്റിനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ 2 ഉള്ളൂ. ഇപ്പൊ 2 ഉള്ളൂ. കാസർഗോഡും മഞ്ചേശ്വരവും. അതെ, 3 ഒന്നുകൂടെ കിട്ടാം. 3 കിട്ടാം സാധ്യത. ആ തരത്തിലുള്ള മണ്ഡലം തിരിച്ച് ജില്ല തിരിച്ചുള്ള ഒരു ചർച്ചയ്ക്കുള്ള എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പോളിംഗ് പെർസെൻറ്റേജ് എനിക്ക് നോക്കണം. ആ തരത്തിൽ ഞാൻ പറയില്ല, എൻ്റെ കുഞ്ഞു കാൽക്കുലേഷൻ്റെ അകത്ത് പല ഘടകങ്ങളുണ്ട്. ആ തരത്തിൽ ഒറ്റ ഇരിപ്പിൽ ഒരു സീറ്റ് പ്രൊഡിക്ഷൻ അതിന്റെ ബാധ്യത ഏറ്റെടുക്കാൻ ഞാൻ ഒരിക്കലും കണ്ണൂരിലെ എത്ര സാധ്യതകൾ? കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സീറ്റുണ്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികളുണ്ട്. ഇടതുപക്ഷത്തിന്റെ പല രാഷ്ട്രീയ നീക്കങ്ങളിലും അതൃപ്തരായ മനുഷ്യരേറെയുണ്ട്. ശൈലജ ടീച്ചറുടെ സീറ്റിന്റെ മാറ്റം മുതൽ പല ഘടകങ്ങളും കണ്ണൂർ രാഷ്ട്രീയത്തിൽ പ്രതികൂലമായി നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇടതുപക്ഷത്തിന് നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കൃത്യമായ പൊളിറ്റിക്കൽ ബേസുള്ള മണ്ഡലങ്ങളുണ്ട്. 10-15-20 അതേപോലെ 10-15 MLA-മാർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ആ തരത്തിൽ ഗണത്തിൽ കണ്ണൂരിൽ കുറച്ച് മണ്ഡലങ്ങളുണ്ട്. ഒപ്പം തന്നെ CPM-ന്
ഈ പ്രതിസന്ധികൾ ആകെത്തുക അതിൻ്റെ അടിത്തട്ട് രാഷ്ട്രീയത്തിലുള്ള പ്രശ്നങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന വോട്ടിംഗ് കണ്ണൂരിൽ നടക്കും. ഈ തളിപ്പറമ്പിൽ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ? തളിപ്പറമ്പിൽ അവർ കോൺഗ്രസ് തന്നെ മത്സരിച്ചിരുന്നതിൽ കോൺഗ്രസ് കുറച്ചുകൂടി സാധ്യത ഉണ്ടായിരുന്നു. ഈ പൊടുന്നതിന് വോട്ടിംഗ് നോമിനേഷൻ കൊടുക്കുന്നതിന് തലേ ദിവസം ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ അന്ന് വരെ എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നിൽ നിന്ന് നയിച്ച ആളുകൾ വന്ന് പെട്ടെന്ന് സ്ഥാനാർത്ഥിയാവുമ്പോൾ ഏതൊക്കെ രീതിയിൽ അത് വർക്കിംഗ് ആവും സ്വന്തം കോൺഗ്രസ്. അവിടെ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം എന്തായാലും ജയിക്കാത്ത സീറ്റാണ് കോൺഗ്രസ്. തളിപ്പറമ്പിന് ആ ഒരു പ്രശ്നം മാറാനുള്ള ഒരു വോട്ടിങ്ങിന്റെ ഒരു സമയം 50,000 വോട്ടായിരുന്നു ജെയിംസ് മാത്യുവിന്റെ ഭൂരിപക്ഷം. അത് കുറഞ്ഞു വന്നു. പിന്നീട് ഇദ്ദേഹം വന്നതുകൊണ്ടാണ് 28 വന്നത്, എം വി ഗോവിന്ദൻ വന്നുകൊണ്ട്. എങ്കിൽ പോലും അത് കുറയാവുന്നൊരു പരമാവധി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് ആ തരത്തിലായിരിക്കും അതിന്റെ കോൺഗ്രസിന്റെ UDF-ന്റെ ലീഡർഷിപ്പ് കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ പറയുന്ന ഗോവിന്ദൻ, ടി കെ ഗോവിന്ദൻ എന്ന് പറയുന്ന ആള് ഒരു പി ജയരാജനോ അല്ലെങ്കിൽ ഒരു എം വി ജയരാജനോ അല്ല. അവിടെ മനസ്സിലാക്കേണ്ട കാര്യമോ, ഈ ഇതുപോലുള്ള ആളുകൾ ഇവരെ പാർട്ടിയിൽ നിന്ന് ഒരു പുറത്തേക്ക് പോകുമ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മെഷീനറി ആക്റ്റീവ് ആവും. സൈലൻ്റായി കിടന്ന ആളുകൾ പോലും പാർട്ടി വെല്ലുവിളി നേരിടുന്നു പറയുമ്പോൾ പഴയ ഒരു പിണറായി വിജയൻ്റെ ഒരു തീപ്പന്തം പ്രയോഗമുണ്ട്. അതിനോട് അങ്ങ് പൂർണ്ണമായി യോജിക്കില്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ സംഭവിക്കും. ആ തരത്തിൽ എളുപ്പം സംഭവിക്കാവുന്ന ഇടവും രാഷ്ട്രീയ പാർട്ടിയുമാണ്. സ്ഥലത്തിനും പ്രത്യേകത ഉണ്ട്, കണ്ണൂരിൻ്റെ പ്രത്യേകത ഉണ്ട്. അല്ല, പഴയ ആവേശമൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ ആവേശത്തിന് ചാർജ് ആവാനുള്ള സാധ്യത കൂടി കാണണം. അങ്ങനെ പലതരം റൂട്ടുകൾ ആ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതേപോലെ പയ്യന്നൂരിൽ ഒരു സാധ്യതയില്ലാത്ത ഇടമാണ്. അവിടെ മത്സരിപ്പിച്ചത് എന്തായാലും ആ രീതിയിലാവാം. ഓക്കെ. അപ്പം നമ്മൾ കോഴിക്കോട്, കോഴിക്കോടിലേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് 13 സീറ്റാണെന്ന് തോന്നുന്നു. കോഴിക്കോട് 13 സീറ്റ്. ഈ 13 സീറ്റിൽ കോഴിക്കോട് ഇപ്പോൾ ആകെപ്പാടി UDF-നുള്ളത് 2 സീറ്റാണ്. ലീഗിനാണ്, UDF-ന് കൊടുവള്ളിയും വടകരയും. ഈ 2 സീറ്റ് മാത്രം നിലവിൽ കോഴിക്കോടുള്ളൂ. 11 സീറ്റും LDF-നാണ്. എന്നാൽ ഇക്കുറി അവിടെ ബേപ്പൂരിൽ PV അൻവർ വരെ ജയിക്കും എന്ന് പറയുന്നവരുണ്ട്. എന്ന് മാത്രമല്ല, ഏതാണ്ട് 10 സീറ്റ്, 13-ൽ 10 സീറ്റും നമ്മുടെ ചർച്ചയുടെ 2 ഘട്ടത്തിൽ PV അൻവറിനെ അങ്ങ് പരാമർശിച്ചിട്ടുണ്ട്. PV അൻവറും അങ്ങും തമ്മിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ചർച്ചയായിരുന്നു കഴിഞ്ഞ ഒരു 6 മാസം, ഒരു വർഷം മുമ്പ്. എന്താണ് നിലവിൽ അതിൻ്റെ അവസ്ഥ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കടുത്ത CPM പിണറായി വിരുദ്ധനാണ്. ഓക്കെ. എങ്ങനെയെങ്കിലും ഈ ദുർഭരണം അവസാനിക്കുമെന്ന് വിചാരിക്കുന്ന ആളാണ്. പക്ഷേ ബേപ്പൂരിൽ എനിക്ക് മുഹമ്മദ് റിയാസ് ജയിക്കണമെന്നാണ് ആഗ്രഹം, വ്യക്തിപരമായി. കാരണം 2 ഒന്ന്, PV അൻവറാണ് ഞാൻ കണ്ടിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാലിന്യം. അയാളെ സംബന്ധിച്ച്, അയാളെന്ന് പറഞ്ഞാൽ അവസരവാദിയാണ്, വർഗീയവാദിയാണ്, അഴിമതിക്കാരനാണ്, നുണയനാണ്, എല്ലാ സംവിധാനം, നല്ല ക്യാമ്പയിനറാണ്. ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച്, അതായത് എങ്ങനെയാണോ പിണറായി വിജയൻ ഒരു മണ്ഡലത്തിൽ 10,000 വോട്ട് സ്വന്തം നിലയിൽ പിടിക്കാൻ കഴിവുള്ള ആളാണ് PV അൻവർ. അത് ഒന്ന് അയാളുടെ കയ്യിലെ കാശ്, 2 അയാൾക്ക് കഴിവുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ശ്രീകണ്ഠൻ നായർ ഞാൻ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് 24-ല്. കാണാം ഞങ്ങൾ. പക്ഷെ ശ്രീകണ്ഠൻ നായരുടെ പ്രതിഭയെയും കഴിവിനെയും ഞാൻ ഒരിക്കലും താഴ്ത്തി കാണത്തില്ല, ഹാർഡ് വർക്കിനെയും. അരുൺകുമാറിനെ എനിക്ക് കണ്ടുകൂടാ. പക്ഷെ അരുൺകുമാറിന്റെ പ്രതിഭയ്ക്ക് മുമ്പ് ഞാനൊന്നും അല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതേപോലെ തന്നെയാണ് അൻവറിന്റെ പ്രതിഭ, രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അൻവറിന്റെ പ്രതിഭ. എന്ത് കള്ളത്തരമാണെങ്കിലും പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിക്കാനുള്ള കഴിവ്, അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അയാളൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് എന്നാണ് അങ്ങയുടെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം. ആ ഡേഞ്ചറസ് ആയിട്ട് മനുഷ്യൻ ജയിച്ചാൽ കേരളത്തിന് അപകടമാണ്. ചില ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കും. എനിക്ക് കുറേ ഞാനല്ല ഉത്തരം പറയുന്നത്. ഇപ്പോൾ അൻവറിനെ സംബന്ധിച്ചിടത്തോളം പല രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം പലർക്കും പല തരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ടോ? അങ്ങും അൻവർ നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അൻവറും അങ്ങും തമ്മിൽ എന്തെങ്കിലും തരത്തിലൊരു സ്റ്റാർട്ടിങ്? ഒന്നുമില്ല. അത് ഞങ്ങൾ തമ്മിലുള്ള ഭിന്നതയുടെ കാരണം വളരെ സിമ്പിളാണ്. അൻവർ യഥാർത്ഥത്തിൽ ഈ ഒരു പൊങ്ങനാണ്. അപ്പോൾ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന് ഒരുപാട് കള്ളപ്പണ ഇടപാടുകളും കള്ളക്കച്ചവടങ്ങളും ഒക്കെ ഉണ്ട്. അയാൾ ആഫ്രിക്കയിൽ സ്വർണ്ണം ഉണ്ടാക്കാൻ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഒരുപാട് സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ട്. ഈ പാറമട കൊടുക്കാമെന്ന് പറഞ്ഞ് വഞ്ചിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം നിലമ്പൂരിലെ റീഗൽ എസ്റ്റേറ്റ് പിടിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ ആലുവയിലെ ഒരു ഒരു പ്രോപ്പർട്ടി മധ്യസ്ഥയ്ക്ക് പോയിട്ട് പിടിച്ചെടുക്കുന്നു. ഈവൻ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ പോയാൽ പോലും പുള്ളി തട്ടിക്കൊണ്ട് പോകും. ഇതാണ് പുള്ളിയുടെ രീതി. ചോദ്യം ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇതായിരുന്നു എൻ്റെ പണി. എല്ലാവരെക്കെതിരെയും റിപ്പോർട്ട് ചെയ്യുന്നവർ ഞാൻ ചെയ്യുന്നതുകൊണ്ടായിരുന്നു പുള്ളിക്ക് എന്നോട് കലിപ്പായിരുന്നു. അപ്പോൾ പുള്ളി പക്ഷേ സൈബർ ഇടത്തിലെ ഒരു വലിയ ആളായി മാറും. കാരണം പുള്ളി സൈബർ എടുക്കുന്നു, ഇടതുപക്ഷത്തിനാണ്. അപ്പോൾ ഈ സൈബർ സംവിധാനങ്ങൾക്ക് എന്നോടുള്ള കലിപ്പുണ്ട്. അവരാണ് എന്നെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം ഇവർ തീരുമാനിച്ചൊരു കാര്യമാണ്, എന്നെ പൊടണം. അതിന് ഈ അൻവറിനെ ഒരു പോസ്റ്റർ ബോയ് ആയിട്ട് നിർത്തി. യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ കളിച്ച ചാലകശക്തി എന്ന് പി രാജീവാണ്. യഥാർത്ഥത്തിൽ എന്നോട് ഏറ്റവും വിരോധം CPM-ലെ പി രാജീവനാണ്. കാരണം പി രാജീവ് ഒരു കപടനാട്യക്കാരനാണ്. പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവർത്തിയും തമ്മിലൊരു ബന്ധവുമില്ല.
അങ്ങോട്ട് രാജീവ് ആണ് ഇതിൻ്റെ പിന്നിലുള്ള ആസൂത്രകൻ. അങ്ങനെയാണ് രാജീവ് ഈ പി അൻവർ ഒരു ടൂളാണെന്ന് അങ്ങ് ടൂളാണ് അൻവർ. പക്ഷേ എനിക്ക് അൻവറിന് വിരോധത്തിൻ്റെ കാര്യം എന്താ വെച്ചാൽ അൻവർ ഈ രാജീവ് PV ശ്രീജനെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നു. ഇതിൻ്റെ ക്യാമ്പയിൻ പോസ്റ്റർ ബോയിയുടെ പണി അൻവറിനെ ഏൽപ്പിക്കുന്നു. അൻവറിനെ പണി ഏൽപ്പിക്കുന്നു. ഈ പണി അൻവർ ഭംഗിയായിട്ട് ചെയ്യുന്നു. അപ്പോൾ അൻവറിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് എൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് ഈ തീവ്ര ഇസ്ലാമിക ആൾക്കാരാണ്. അറിയാമല്ലോ, നമ്മൾ സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന ടീംസാണ് എൻ്റെ ഏറ്റവും. അപ്പോൾ അതിനകത്ത് ജമാഅത്ത് ഇസ്ലാമിയുണ്ട്, SDPI ഉണ്ട്, പോപ്പുലർ ഫ്രണ്ട്, ഇവരൊക്കെ എൻ്റെ ശത്രുക്കളാണ്. അപ്പോൾ ഇവരെനിക്ക് ഒരു മുസ്ലിം വിരോധി ഒരു വർഗീയ ചാപ്പ കുത്തിയിട്ടുണ്ട്. അപ്പം അൻവർ എനിക്കെതിരെ അറ്റാക്ക് പോസ്റ്റ് ഇടാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ പിന്തുണ കിട്ടി. അപ്പോൾ അൻവർ വിചാരിക്കാത്ത രീതിയിൽ അൻവറിന് തന്നെ അവിശ്വസിക്കുന്ന തരത്തിൽ അൻവറിൻ്റെ ഫേസ്ബുക്ക് ഫോളോവേഴ്സ് വരെ കൂടി. അൻവർ ഇവരെല്ലാം ഹീറോയാക്കി. അമ്പൂക്ക, നിലമ്പൂർ സുൽത്താൻ എന്നൊക്കെ വിളിച്ചപ്പോൾ അൻവറിന് ആവേശം കയറി. കാരണം അൻവർ അപ്പം വിചാരിച്ചെന്താണ്, കേരളീയ സമൂഹം മുഴുവൻ എനിക്കെതിരാണ്. കാരണം ഈ പറയുന്ന തീവ്ര ഇസ്ലാമിക ചിന്താധികാരെല്ലാം ഇൻക്ലൂഡിങ് ലീഗിലും കോൺഗ്രസിലും ഒക്കെ നിൽക്കുന്ന അവരെല്ലാം കടിച്ചപ്പോൾ അൻവർ അങ്ങ് മതിമറന്നു. പിന്നെ അൻവറിൻ്റെ സാധാരണ CPM-ൻ്റെ സഹായത്തോടുള്ള സാധാരണ ഉണ്ടല്ലോ ഒരുത്തൻ തീർക്കാനുള്ള അവരുടെ ശേഷി, അതെല്ലാം കൂടെ പ്രയോഗിച്ച് എന്നെ തീർക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിൽ നിന്ന് എനിക്ക് ഊരിപ്പോരാൻ പറ്റി. വ്യക്തിപരമായ അൻവർ എന്നുള്ള രാഷ്ട്രീയക്കാരൻ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു വലിയ വീഴ്ചയായിരുന്നു. അദ്ദേഹം MLA സ്ഥാനം പോകുന്ന നിലമ്പൂർ ബൈ ഇലക്ഷൻ. ഞാനാണ് അതിൻ്റെ കാരണം. അന്ന് വ്യക്തിപരമായി അങ്ങേക്ക് സന്തോഷം തോന്നിയിരുന്നു? കാരണം അൻവറിന്റെ വീഴ്ചയെ കുറിച്ച് എന്താണ് അങ്ങേക്ക്? ഞാൻ കരുതുന്നത് ഈ വീഴപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ്. അസത്യം പ്രഘോഷിക്കുന്നവർ വീഴണം. ഇതിന്റെ പ്രോബ്ലം എനിക്ക് അൻവറിന്റെ വ്യക്തിപരമായ പിണക്ക് ഒറ്റ കാര്യത്തിലുള്ളൂ. എനിക്ക് ഏറ്റവും വലിയ വിഷമവും അപമാനവും ആയി തോന്നുന്നത് മുസ്ലിം വിരോധി എന്ന് കേൾക്കുന്നതാണ്. എനിക്ക് ഒരാളോടും മതത്തിൻ്റെ പേരിൽ വിരോധമോ ഇഷ്ടമോ ഇല്ല. ഒരുത്തൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്ക് പ്രത്യേക താല്പര്യമില്ല. എന്നാൽ ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ഞാൻ ഫൈറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇവർ ആഗ്രഹിക്കുന്ന തരത്തിൽ BJP RSS വിരോധം എനിക്കില്ല. ഇതൊക്കെ സത്യമാണ്. അപ്പോൾ ഇയാൾ എന്നെ മുസ്ലിം വിരോധിയാക്കുകയും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ എന്നെ വെറുക്കുന്നതിന് എനിക്ക് എതിർപ്പില്ല. പക്ഷെ ചില മുസ്ലിമുകൾ സാധാ മനുഷ്യർ തെറ്റിദ്ധരിച്ച് എന്നോട് വെറുപ്പുണ്ട്. എനിക്കത് ക്ഷമിക്കാൻ പറ്റത്തില്ല. ആ ഒരു ഏരിയ ഞാൻ മനസ്സിലാക്കി അങ്ങനെയുള്ള വാർത്തകൾ കൂടുതൽ കാണുന്ന ഒരാൾ എന്നുള്ള നിലക്ക് പലപ്പോഴും അത് ഈ രാജ്യത്തിൻ്റെയോ ഈ നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയം, അന്തർദേശീയ രാഷ്ട്രീയം, ഫലസ്തീൻ, ഇസ്രായേൽ, ആ തരത്തിലുള്ള ഇഷ്യൂസ് വരുമ്പോഴാണോ കൂടുതൽ ആ ഒരു ഏരിയ അങ്ങേക്കെതിരായിട്ട് തിരിയുന്നത് എന്നുള്ളൊരു? അല്ല, അത്തരം വിഷയങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ആയി പോകുന്ന ഇന്റർവ്യൂ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് സമയം ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല. അല്ലല്ല, അത്തരം വിഷയം മാത്രമല്ല ഇതിന്റെ ബേസിക് ആയിട്ട് പ്രോബ്ലം ഇവർ പ്രചരിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ ചില മുൻവിധികളോട്, ഇപ്പം പൗരത്വ ഭേദഗതി നിയമത്തിൽ എൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും രാജ്യത്ത് താമസിക്കുന്ന ഒരു മുസ്ലിമിന് ഈ നിയമം വഴി രാജ്യം വിടേണ്ടി വന്നാൽ അവരോടൊപ്പം ഞാനും പോകുന്നുള്ളതായിരുന്നു എൻ്റെ സ്റ്റാൻഡ്. പക്ഷേ നിയമം അങ്ങനെയല്ല. ഇത് ഭയമുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് എടുക്കുന്നുള്ള എൻ്റെ വാദം. പൗരത്വ സമരത്തെ വിഷയത്തിൽ ഭയപ്പെട്ട ഒരു സമൂഹം തന്നെയാണ് മുസ്ലിം സമൂഹം. അതെ, ഞാൻ നമ്മൾ അതിന്റെ വിശദാംശത്തേക്ക് പോകണം, നമ്മൾ ഒരുപാട് വേണ്ട. പക്ഷെ ആ ഭയം ഇവിടെ ബോധപൂർവം ഇവിടുത്തെ LDF UDF ഉണ്ടാക്കിയെടുത്തു. അവർ തമ്മിൽ മത്സരം, അതായത് മുസ്ലിം വോട്ട് പിടിക്കാൻ വേണ്ടി പിണറായിയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസും ചെയ്ത ഒരു യുദ്ധത്തിൻ്റെ ഇടയിൽ പാവപ്പെട്ട മുസ്ലിമുകൾ പേടിച്ചു പോയതാണ്. അങ്ങേക്ക് വിലയിരുത്താം. വ്യക്തിപരമായ പല അഭിപ്രായങ്ങളും അങ്ങേക്കും എല്ലാം ഉണ്ടാവും. ശരിയുണ്ട്. ഒരു ചോദ്യം കൂടി, ഞാൻ ആ ഭാഗം നമ്മൾ നീണ്ടുപോകണ്ട, ഞാനെല്ലാം ചോദ്യാർത്ഥം. ഒരു ചോദ്യം കൂടി ഉണ്ട്. ഇപ്പോൾ ഭരണം 10 വർഷം പൂർത്തിയാക്കുന്നു. നമ്മുടെ നാടിൻ്റെ മുഖ്യമന്ത്രി അതിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് ഇനി ജനം വിധി എഴുതിയാൽ മാത്രം തുടരുന്നു. അങ്ങും ഈ കേരളത്തിൽ ഒരു പിണറായി വിജയനെ ഇത്രയേറെ വിമർശിച്ച മറ്റൊരു മാധ്യമപ്രവർത്തകൻ ഉണ്ടാവില്ല. എന്തായിരുന്നു പിണറായി വിജയനെ ഇത്രയും കാലം ഈ രീതിയിലൊരു വിമർശനത്തിൽ? 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി സോഷ്യൽ മീഡിയയുടെ ഒരു നല്ല കാലം തുടങ്ങുക. ഈ സോഷ്യൽ മീഡിയ ഏറ്റവും നന്നായി ആദ്യം ഉപയോഗിക്കുന്നത് 2014 മോദിയാണ്. അതിനുശേഷം അത് ഉപയോഗിക്കുന്നത് 2016 പിണറായിയാണ്. ഈ 2016 പിണറായി സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നടത്തുന്ന ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലം വാങ്ങാതെ അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിന്ന ഒരാളാണ് ഞാൻ. അന്ന് കോൺഗ്രസിൻ്റെ അഴിമതിയും സോളാറും കീടാറും ഒക്കെ മാറി പിണറായിയെ പോലെ ഇരട്ട ചങ്കുള്ള ഒരാൾ, ഈ മിന്നൽ പിണറായി എന്ന് പേര് കൊടുക്കുന്ന ഞാനാണ്. ഞങ്ങളുടെ ഒരു തമ്പാണ്, അതായത് മിന്നൽ പിണറായി എന്നുള്ളത് ഞങ്ങളുടെ ഒരു തമ്പാണ്. നമ്മുടെ ആ തമ്പിടുന്നത് കോഴിക്കോടുള്ള റിജുവാണ്. അത് മാധ്യമത്തിൽ അന്ന് വർക്ക് ചെയ്യുന്നത്. അത് ആ പേരാണ് പിന്നീട് വന്നത്. ഇത്തരത്തിൽ ഞാൻ AKG സെന്ററിൽ പോയി പിണറായിയെ കാണുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ അത്ര ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഇടതുപക്ഷത്തിൻ്റെ പിണറായിയുടെ മുഖം മിനുക്കാൻ പോലും കാരണം ആ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ പിണറായി വന്നാൽ തൻ്റെ ഇടമുള്ള ഒരു ഭരണാധികാരി, ഉദ്യോഗസ്ഥന്മാരും ഇവിടെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ മെരുക്കാൻ പറ്റണം, ഭയക്കുമെന്ന്. പക്ഷേ ഈ അധികാരം കിട്ടിയ ആദ്യ ദിവസം തന്നെ
ഇയാൾ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി നടത്തിയ ചെലവാക്കിയ കാശും, പിന്നെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ജേക്കബ് തോമസും ഞാനും തമ്മിൽ നല്ല അടുപ്പമായിരുന്നു ആ സമയത്ത്. ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലയളവിൽ ജേക്കബ് തോമസും ഞാനും തമ്മിൽ നല്ല അടുപ്പമായിരുന്നു. ഈ ജേക്കബ് തോമസ് വളരെ അടുപ്പമായിരുന്നു, ഞങ്ങൾ തമ്മിൽ നിരന്തരം കാണുന്ന ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഈ ജേക്കബ് തോമസ് ആണ് ഈ ഒരു വലിയ ഘടകമായി മാറിയത് ഉമ്മൻചാണ്ടിയുടെ വീഴ്ചയ്ക്ക്. അപ്പം ഞാൻ അതിനൊക്കെ അംഗീകരിച്ച, കാരണം അഴിമതിക്കാരൻ ആണല്ലോ എൻ്റെ കണക്കൂട്ടലിൽ. പക്ഷേ ഇത് കഴിഞ്ഞ് ജേക്കബ് തോമസിനെ DGP പോലും ആക്കിയില്ല. DGP ആകുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നിട്ട് വിജിലൻസ് ഡയറക്ടർ ആക്കിയെങ്കിൽ പോലും ഈ വെള്ളാപ്പള്ളി, എൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കക്ഷ്യം 2016 കേരളത്തിൽ ഏറ്റവും അധികം വർഗീയത പറഞ്ഞ് നടന്ന വെള്ളാപ്പള്ളി, പിണറായിക്കെതിരെ വെള്ളാപ്പള്ളിയെ ഞാൻ പ്രതീക്ഷിക്കുന്ന പിണറായി അധികാരത്തിൽ വന്ന വെള്ളാപ്പള്ളി പിടിച്ച് അകത്തുവിടുന്നതാണ്. വെള്ളാപ്പള്ളിയെ ചേർത്ത് വയ്ക്കുകയും എന്നോട് ജേക്കബ് തോമസ് സങ്കടത്തോടെ പറഞ്ഞതാണ്. ജേക്കബ് തോമസ് എന്നെ കാണിച്ചതാണ് വെള്ളാപ്പള്ളി നടേശൻ ജയിലിൽ അടയ്ക്കാനുള്ള കേസുകളുടെ കണക്കും രേഖകളും. വെള്ളാപ്പള്ളിയുടെ വിശ്വാസം വെള്ളാപ്പള്ളി അടച്ചുവിടുമെന്നാണ് ജേക്കബ് തോമസിൻ്റെ വിശ്വാസം. പക്ഷേ ആ ഫയൽ മുഴുവൻ തടുപ്പിച്ചു വെപ്പിച്ചു, ജേക്കബ് തോമസിനെ ചാടിച്ചു വിട്ടു. അങ്ങനെ വെള്ളാപ്പള്ളിയെ തുടങ്ങി പിന്നെ ഇങ്ങൊരു കളങ്കിതരായ കച്ചവടക്കാരെയും പണക്കാരെയും ധൂർത്തും അഴിമതിയും മക്കളുടേതും പരിപാടിയും അദേർഷ്യവും, അങ്ങനെ ഇയാൾ ടോട്ടലി മാറി. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളം നന്നാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചൊരു മനുഷ്യൻ ആ നന്നാക്കാതിരുന്നുള്ള വിരോധമാണ് എനിക്കുണ്ടായത്. രണ്ടാം ഭരണമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങേരുടെ സർവാധിപത്യമായി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഫ്രീ സ്പീച്ചിലാണ്. ഇങ്ങനെ ഫ്രീ സ്പീച്ചിനും എതിരായി എന്നെ നിശബ്ദനാക്കാൻ ശ്രമിച്ചു. അതോടെ നമ്മൾ ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശക്തനാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പിണറായിയുടെ ഭരണം അവസാനിക്കണമെന്ന് ഇല്ലാതെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ, എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അതേസമയം ഞാനൊരു കാര്യം പറയാം, PV അൻവറിനെങ്കിൽ എത്രയോ മാന്യനാണ് മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസിന് ഈ പേര് ദോഷമൊക്കെ കേൾക്കുന്നു. അത് പിണറായിയുടെ മരുമോനായതുകൊണ്ട് മാത്രമാണ്. അയാൾ വ്യക്തിപരമായിട്ട് ആരും ഉപദ്രവിച്ചിട്ട് എനിക്കറിയത്തില്ല. ഈ മുഹമ്മദ് റിയാസ് ആരോടെങ്കിലും പക വിട്ടതായിട്ടോ, മുഹമ്മദ് റിയാസ് ഈ പറയുന്ന രീതിയിൽ റിയാസിനെ നമുക്ക് എടുത്തു പറയാവുന്ന എന്തെങ്കിലും കുഴപ്പം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ പിണറായിയുടെ മരുമകനായതുകൊണ്ട് മുഹമ്മദ് റിയാസിനൊരു വില്ലൻ രൂപമാണ് അവിടെ ഉള്ളത്. ഇപ്പം ജോസ് കെ മാണിയുടെ മകൻ ജോസ് കെ മാണിക്ക് എത്ര ശ്രമിച്ചാലും ഒരു നല്ല പേരുണ്ടാക്കാൻ പറ്റത്തില്ല, പാവത്താനാണ്. ഇത് തന്നെയാണ് മുഹമ്മദ് റിയാസിൻ്റെ അവസ്ഥ. എത്ര ശ്രമിച്ചാലും നല്ല പേരുണ്ടാക്കാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ എൻ്റെ കാര്യം. ഒരു ചോദ്യം അവസാനം കൂടി ഞാൻ ചോദിക്കാം. അങ്ങേ ഫോളോ ചെയ്യുന്ന ആളുകൾ പല രീതിയിലുള്ള രാഷ്ട്രീയം ഉണ്ടാകും. അങ്ങയുടെ വാർത്തയിലും രാഷ്ട്രീയം തികഞ്ഞ പോലെ ഏതൊരു മാധ്യമ പ്രവർത്തകനെ പോലെ ഏകപക്ഷീയമായ ഒരു രാഷ്ട്രീയം അങ്ങും പറയുന്നില്ല. ഒരു ഘട്ടം വരെ അങ്ങയുടെ വാർത്തകളിൽ BJP രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള ആളുകൾ ചേർന്ന് സപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ അങ്ങേക്കെതിരെ അവരിൽ നിന്ന് വരുന്നൊരു വാദമാണ് അങ്ങ് കോൺഗ്രസിൻ്റെ പക്ഷത്തേക്ക് പോകുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ. അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ചോദ്യം അവസാനം. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മോദിയെ ഇഷ്ടപ്പെടുന്ന ആളാണ്. രാജ്യം രാഹുൽ ഗാന്ധി അല്ല ഭരിക്കേണ്ടത്, മോദിയാണ് ഭരിക്കേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. BJPയോട് എനിക്ക് യാതൊരു അസ്പൃശ്യതയുമില്ല. ഇതാണ് എൻ്റെ ഒരു പൊളിറ്റിക്സ്. എന്നാൽ എനിക്ക് അതേപോലെ തന്നെ കോൺഗ്രസിനോട് അസ്പൃശ്യതയില്ല, CPM-നോടുമില്ല, പിണറായിയോടുണ്ട്, CPM-നോടും ഇല്ല. ഞാൻ എല്ലാ പാർട്ടിയും ഒരുപോലെയാണ് കാണുന്നത്. BJP വെറുക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം കേരളത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ BJPക്കാർ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മോദിയെ ഇഷ്ടപ്പെടുന്നു, കൊള്ളാം, അവർക്ക് എന്നെ ഇഷ്ടമാണ്. BJPക്കാർക്ക് BJPക്ക് ഒപ്പം മാത്രം നിൽക്കണം. BJP എല്ലാ സീറ്റിലും ജയിക്കും, BJP എല്ലായിടത്തും കയറും, BJP ഭരിക്കും എന്ന് ഞാൻ പറയണം. എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം ഞാൻ BJPയെ ഏറിയാൽ BJPക്ക് 4 സീറ്റ് കിട്ടാം. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സുരേഷ് ഗോപി ജയിക്കും, രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കാം, ഇതേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ അവരാഗ്രഹിക്കുന്നത് അങ്ങനല്ല, എല്ലായിടത്തും ജയിക്കുമെന്ന് പറയണം. അപ്പോൾ അങ്ങനെ പൂർണ്ണമായും അവരോടൊപ്പം നിൽക്കുന്നില്ല. അപ്പോൾ ഇവിടെ ആരാണ് ജയിക്കാൻ നിൽക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയാണല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം CPM മാറി കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയെ പിന്തുണയ്ക്കുന്നു. ഇവർക്ക് കോൺഗ്രസ് പാർട്ടിയേക്കാൾ ഇഷ്ടം BJPയാണ്, CPM-നെയാണ്. അതുകൊണ്ട് അവരത് പറയുന്നു. ഐ ഡോണ്ട് കെയർ. ഇത് ഞാൻ അവസാനിപ്പിക്കേണ്ടി വരുമോ എന്നുള്ളൊരു സംശയം. ഞാൻ അവസാനിപ്പിക്കില്ല. ഈ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിന് ഇടയ്ക്ക് കയറി ചോദ്യം നമ്മളെ കേൾക്കുന്ന പ്രേക്ഷകർക്കുണ്ടാവും. അത്തരം ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാത്തത്, അത്തരം ചോദ്യങ്ങൾ എൻ്റെ ഭാഗം കംപ്ലീറ്റ് ചെയ്യട്ടെ. റൂട്ടിൽ നിന്ന് മാറിപ്പോകുന്നുള്ളത് കൊണ്ട് അങ്ങയുടെ അഭിപ്രായം അങ്ങ് പറഞ്ഞ് ഞാൻ എൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അങ്ങേക്ക് അവസാനിപ്പിക്കാം. അവസാനിച്ചു. അപ്പോൾ അടുത്ത നമ്മുടെ ചോദ്യത്തിലേക്ക് വരും, നിങ്ങളിലേക്ക് ചോദ്യത്തിലേക്ക്. അപ്പം നമ്മളിവിടെ ഇരിക്കുന്നത് കേരളത്തിൽ എന്ത് സംഭവിക്കുന്ന അറിയാനാണ്. അതിലൊരു കാര്യത്തിലേക്ക് പറയുന്നില്ല. നിങ്ങളിപ്പം BJP പോലും പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞങ്ങ് നിർത്തി, 2 സീറ്റ് നിർത്തി. പറയൂ, മൊത്തത്തിൽ എങ്ങനെയാണ് ഒരു UDF-ന്റെ സാധ്യത വിലയിരുത്തുന്നത്? ഈ
UDFിൻ്റെ ഭരണത്തിലേക്കുള്ള തിരിച്ചുവരവിനുള്ള നല്ല സാധ്യതയുണ്ട്. അതിൽ കൂടുതൽ അങ്ങയുടെ ചോദ്യത്തിലേക്ക് ഞാൻ പറയുന്നത്, ഞാൻ സീറ്റിൻ്റെ എണ്ണം പറയണം, വോട്ടിംഗ് പെർസെൻറ്റേജ് പറയണം. അത് പറയണമെങ്കിൽ വോട്ട് പെട്ടിയിൽ വീഴാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു അനീതി കാണിക്കാൻ പാടില്ല. അത് മാത്രമല്ല, എനിക്ക് പറയാൻ ഇപ്പം ഞാൻ അശക്തനും കൂടിയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വോട്ടിംഗ് പെർസെൻറ്റേജ് ഞാൻ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. പോളിംഗ് പെർസെൻറ്റേജ് റാഷിദ്, അത് നമുക്ക് അതിനുശേഷം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭരണം മാറാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. അത് ഭരണം മാറാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്. എങ്ങനെയായിരിക്കും അതിന്റെ ഒരു പാറ്റേൺ വരാൻ പോകുന്നത്? എങ്ങനെയാണ് ഞാൻ ചോദിക്കണത്, ഈ ഓരോ ജില്ലയിലെയും ഒരു സാധ്യത എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അത് നമ്പറുകൾ പറയണോ? ആ നമ്പറുകൾ കൂട്ടാൻ നമ്മൾ മനുഷ്യർക്ക് എളുപ്പം കഴിയും. ആ രീതിയിൽ നാളെ എനിക്ക് വിമർശനം ഏറ്റുവാക്കി ഇന്നത്തെ സിറ്റുവേഷനിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെങ്കിൽ ഞാൻ അന്ന് മനുഷ്യർ വോട്ട് പെട്ടി വീണ് ഇത്ര ശതമാനം വോട്ടിങ് ഈ നാട്ടിൽ നടന്നു എന്നുള്ളൂ, ഏതൊക്കെ പോക്കറ്റുകളിൽ വോട്ട് നടന്നു എന്നുള്ളൂ, കൂടുതൽ നടന്നു, കുറഞ്ഞു നടന്ന്, ഏതൊക്കെ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യും. ആ ചർച്ച കൂടി കഴിഞ്ഞാലേ എനിക്കും കിട്ടും. ഞാൻ വലിയ നമ്മൾ എന്താണ് ഇനി പറയാനിരിക്കുന്നത്? ഒന്നും പറയാനില്ല. നമുക്ക് ഇന്റർവ്യൂ എന്തിനാണ് നമ്മൾ എടുത്തത്? നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് കേരളത്തിൽ എന്താണ് ഇപ്പോഴത്തെ പൾസ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളുകൾക്ക് കിട്ടാനുള്ള സാധ്യതകൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചോദിക്കുന്നത്, ഈ UDF അധികാരത്തിൽ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. ഈ അധികാരത്തിൽ UDF വരുവാൻ ആരായിരിക്കും മുഖ്യമന്ത്രി ആവാൻ സാധ്യത? ആ ചോദ്യം എനിക്കും തിരിച്ച് അങ്ങോട്ടും ചോദിക്കാം. ഏത് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാം. അത് നമ്മളെന്തിനും മറ്റൊരു ആരാകാനാണ് ആഗ്രഹിക്കുന്നത്? വ്യക്തിപരമായി ഞാനത് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത്, അത് ഒരു രാഷ്ട്രീയ നേതാവിനോ മറ്റൊരാൾ അവർ രാഷ്ട്രീയ പാർട്ടികൾ അവർ ഇന്റേണൽ ഇപ്പോൾ കോൺഗ്രസ് വന്നാൽ അവർ പറയും ഹൈക്കമാൻഡാണെന്ന്, അവർ അവിടുന്ന് ചർച്ച ചെയ്യുന്ന ഒരാഴ്ചയോളം ചർച്ച ചെയ്യുന്നുള്ളത് നമുക്കറിയാം. 1-2 ആഴ്ച ചർച്ച ചെയ്ത് ഒരാളെ ഇവിടെ പ്രതിനിധിയായി ഈ നാടിൻ്റെ നായകനായി അവതരിപ്പിക്കും. ഒപ്പം MLA കൂടി തീരുമാനം എടുക്കണം. ജോസ് കെ മാണിയുടെ സാധ്യത എങ്ങനെ വിലയിരുത്തുന്നത്? ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം നിരാശയുണ്ടാക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് അദ്ദേഹം കടന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു മേഖലയാണ്. അദ്ദേഹം 12 സീറ്റിലാണ് മത്സരിച്ചത്. 5 സീറ്റിലാണ് കഴിഞ്ഞ വലിയ തരംഗത്തിൽ ജയിച്ചത്. അതിൽ അദ്ദേഹം പരാജയപ്പെട്ട പോയ സീറ്റുകൾ നമ്മൾ പരിശോധിക്കണം. പിറവം, PJ ജോസഫ് മത്സരിക്കുന്ന തൊടുപുഴ, കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിൻ്റെ ശക്തമായ മത്സരം നടത്തി ഇരിക്കൂർ, പിന്നീട് എറണാകുളം ജില്ലയിലുള്ള ഒരു സീറ്റ്. ഇത്തരം സീറ്റുകൾ കോൺഗ്രസിൻ്റെ സീറ്റുകളാണ്. അദ്ദേഹത്തിൻ്റെ പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നമ്മളൊക്കെ വലിയ താല്പര്യത്തോടെ കുട്ടിക്കാലം മുതൽ നോക്കിയിരുന്ന കെ മാണി സാറിൻ്റെ രാഷ്ട്രീയ പാർട്ടി എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ 2-3 സീറ്റോ ഒരുപക്ഷെ സീറ്റില്ലാത്ത വലിയ തരംഗമാണ് വരുന്നതെങ്കിൽ ജോസ് കെ മാണി രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് തന്നെ മാറിപ്പോകുമോ എന്നുള്ള ആശങ്ക വ്യക്തിപരമായി എനിക്കുണ്ട്. പാലാ ജോസ് കെ മാണി ജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? പാല മണ്ഡലം ഞാൻ നോക്കിയില്ല. ഞാൻ മലബാറിലുള്ള കുറച്ചും കൂടി എൻ്റെ പരിസരം എൻ്റെ രീതിയിലാണ്. പക്ഷേ പാലായിൽ ഈ അവസാനം ചില സുഹൃത്തുക്കളെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ചില മാധ്യമ പ്രവർത്തകരും പാലായിൽ ജോസ് കെ മാണി മത്സരം കടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോൺ ജോർജ് വോട്ട് കൂട്ടുന്നത് കൊണ്ട് ഷോൺ ജോർജ് വോട്ട് കൂട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കതിൽ വലിയ വിശ്വാസമില്ല. ഷോൺ ജോർജിന് അങ്ങനെ ഒരു പെർഫോമൻസ് ഉണ്ടാവില്ല. നമ്മളെ AK ആന്റണിയുടെ മകൻ മത്സരിച്ചപ്പോൾ നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ആ വോട്ട് മാത്രമല്ല. ഈ ജോസ് കെ മാണിനെ നമ്മൾ നോക്കുമ്പോൾ ജോസ് കെ മാണിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് വലത് UDFിൻ്റെ വോട്ട് ബാങ്കാണ്. അവർ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഈ 2019 മോശം പെർഫോമൻസാണ് LDF കാണിക്കുന്നത്. അതായത് വോട്ട് ഒരു ചലനോ LDFിലേക്ക് ട്രാൻസ്ഫർ ആകുന്നില്ല. ആ പ്രശ്നം അവർക്ക് നിൽക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഇടതുപക്ഷത്തോടൊപ്പം തുടരുക എന്നുള്ള ചരിത്രപരമായ തീരുമാനം ഏത് രീതിയിൽ അവസാനിക്കും എന്നുള്ളത് ഈ വോട്ട് എണ്ണുന്ന ദിനത്തിൽ നിങ്ങളൊക്കെ ചർച്ച ചെയ്യും. RSPയുടെ സാധ്യത എങ്ങനെ കാണുന്നു? RSP ചിലപ്പോൾ 1-2 സീറ്റിൽ ഈ പ്രാവശ്യം കയറി വരാനുള്ള ചില സാധ്യത ചിലപ്പോഴേ ഉള്ളൂ. ചില സാധ്യതയുണ്ട്. അവർക്ക് 2 സീറ്റിലേക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട്. മുസ്ലിം ലീഗ് എത്ര സീറ്റ് പിടിച്ചേക്കും? മുസ്ലിം 27 സീറ്റാണ് മത്സരിക്കുന്നത്. മുസ്ലിം ലീഗ് ഒരു 20 സീറ്റിന് മേലേക്കോ 20 സീറ്റിനോട് അടുത്ത് നിന്നിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടാവും. ബാക്കി കോൺഗ്രസിൻ്റെ സീറ്റും കൂടി ചോദിച്ചാൽ ഏകദേശം ഒരു രൂപ വേണ്ട, നമുക്ക് മുന്നോട്ട് പോവാം. പേരാവൂർ ആര് ജയിക്കാനാണ് സാധ്യത? പേരാവൂർ സണ്ണി ജോസഫ്, ശൈലജ ടീച്ചർ മത്സരിക്കുന്നുണ്ട്. അതെ, ഞാൻ ഇന്നലെ ആ മണ്ഡലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ മത്സരിക്കുന്നുണ്ട്. അതൊരു കോൺഗ്രസിൻ്റെ മണ്ഡലമാണ്. ട്രെൻഡ് അനുകൂലമാകുമ്പോൾ തരംഗം വരുമ്പോൾ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ്. ടീച്ചറെ എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ളൊരു രാഷ്ട്രീയ നേതാവാണ്, വനിതയാണ് ടീച്ചർ. ഞാൻ കണ്ടത് ടീച്ചർ പിണറായി വിജയന് ശേഷം ഈ നാടിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവോ ഭരണപക്ഷത്തേക്കോ വരണം, അത്യാവശ്യം ഉൾക്കൊള്ളാവുന്ന ഒരാൾ. ചിലപ്പം വിയോജിപ്പുകൾ അവിടെയും ഉണ്ടാവും, നാട്ടുകാർക്കും ഉണ്ടാവും. പക്ഷേ ആ തരത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. ജയിക്കുവാണെങ്കിൽ പ്രതിപക്ഷ ആകാമായിരുന്നു. ആ തരത്തിൽ ടീച്ചറെ ആ ഒരു മണ്ഡലത്തിലേക്ക് പരീക്ഷിച്ചത് ഒരു വലിയ വെല്ലുവിളിയാണ് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും ആ രാഷ്ട്രീയ. ബേപ്പൂരിൽ ആര് ജയിക്കാനാണ് സാധ്യത? ബേപ്പൂരിൽ അൻവർ ജയിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സന്തോഷം കേൾക്കുമ്പോൾ. അത് നിങ്ങൾ താല്പര്യം പറഞ്ഞതുകൊണ്ടല്ല. റിയാസ് മറ്റു പല രീതിയിൽ റിയാസിനെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും
ആ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ റിയാസ് വലിയ ശ്രദ്ധ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബേപ്പൂരിൻ്റെ അടിത്തട്ടിൽ വികസനത്തിനും ആ രീതിയിൽ അതിനുള്ള സ്വാധീനം റിയാസിന് ഉണ്ടായിരുന്നു. അത് ഉപയോഗപ്പെടുത്തി ആ മണ്ഡലത്തെ ആ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മണ്ഡലം ഏതാ? എൻ്റെ മണ്ഡലം നാദാപുരമാണ്. നാദാപുരത്തിൻ്റെ സ്ഥിതി എന്നതാ? നാദാപുരത്തിൻ്റെ സ്ഥിതി കെ എം അഭിജിത്താണ് മത്സരിക്കുന്നത്. സത്യമുഖരിയുടെ ഭാര്യ മുൻ MLA ഞങ്ങളുടെ നാട്ടിലെ. നാദാപുരം സിറ്റിംഗ് LDF ആണോ? സിറ്റിംഗ് കാലങ്ങളായിട്ട് LDF ആണ്. EK വിജയൻ 3 ടേം മത്സരിച്ച് ഇപ്പോൾ ജയിച്ചതാണ്. അങ്ങനെ നാദാപുരം ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമല്ലേ? അത് ചില മണ്ഡലങ്ങളുടെ പ്രത്യേകതയാണ്. നാദാപുരം, ബേപ്പൂർ, തലശ്ശേരി മുസ്ലിം പോപ്പുലേഷൻ കൂടുതലാണ്. പക്ഷേ അവിടങ്ങളിൽ LDF അസംബ്ലിയിൽ ജയിക്കുന്നുണ്ട്. കുറേ കാലങ്ങളായിട്ട് ജയിച്ചു വരുന്നതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുന്നു അവിടെ പ്രത്യേകിച്ച് ഞാൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞെന്ന് തോന്നുന്നു, BJPയുടെ വോട്ട് ഗ്രാഫ് ഇടതുപക്ഷത്തെ സ്വാധീനിക്കും. കഴിഞ്ഞ പ്രാവശ്യം പ്രവീൺ കുമാറായിരുന്നു, ഓർക്കുന്നുണ്ടോ? കോഴിക്കോട് DC പ്രസിഡന്റ് പ്രവീൺ കുമാർ 2 പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 2 ടേമിലും. പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടു പോയതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ 2016 BJP പിടിച്ച വോട്ട് പോലും 2021 പിടിച്ചില്ല. BJP അവിടെ വോട്ട് ഗ്രാഫ് ഉയർത്തുമ്പോൾ അത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടിനെ സ്വാധീനിക്കും. അത് കാരണം എന്ന് പറയുന്നത്, ഞാനൊക്കെ കുട്ടിക്കാലത്ത് അവിടെ നാദാപുരത്ത് സത്യമുഖരിയായിരുന്നു MLA. അന്ന് 16,000 18,000 വോട്ട് എണ്ണി ആദ്യ മണിക്കൂറിൽ തന്നെ ജയിച്ചു പോരുന്ന മണ്ഡലങ്ങളായിരുന്നു. പക്ഷേ അവരുടെ വോട്ട് ബാങ്കിൽ നിന്നും BJPയുടെ വോട്ട് വളർച്ച കാണിക്കുമ്പോൾ നഷ്ടം വരുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് നാദാപുരം. ആ തരത്തിൽ BJP വോട്ട് ഗ്രാഫ് ഉയർത്തുമ്പോൾ ആ ഉയർത്തുന്നത് 2-4 ശതമാനങ്ങൾ, അതിൻ്റെ ഒരു 80% വോട്ടും ആ ഉയർത്തുന്ന വോട്ടിൻ്റെ 80% വോട്ടും LDFന് നഷ്ടപ്പെടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ LDF ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ വെല്ലുവിളി നേരിടും. ഈ മുസ്ലിം വോട്ട് ഒരു കൂട്ടത്തോടു കൂടി UDFന് അനുകൂലമായ സാഹചര്യത്തിൽ ഇത്തരം ഈ പരമ്പരാഗതമായി LDF ജയിക്കുന്ന തലശ്ശേരി, നാദാപുരത്തൊക്കെ തിരിച്ചടി ഉണ്ടാവത്തില്ലേ? പല മണ്ഡലങ്ങളിലും നിരന്തരം ജയിച്ചു വന്ന വലിയ അടിത്തട്ടിൽ സ്വാധീനമുള്ള കുറേ കാലമായുള്ള ചരിത്രം മാറുന്ന മണ്ഡലങ്ങളുണ്ടാവും. അത് ഈ നാദാപുരം, തലശ്ശേരി എന്നുള്ളതല്ല, കുറേ മണ്ഡലങ്ങൾ ആ തരത്തിലുള്ള മാറ്റം ഉണ്ടാവും. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ വല്ല ആക്രമണം നടത്തുമോ? സന്ദീപ് വാര്യർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയ ഒരു സീറ്റ് അവർ കൊടുക്കേണ്ടതായിരുന്നു എന്നുണ്ട്. എന്താ വെച്ചാൽ സന്ദീപ് വാര്യർ ഒരു രാഷ്ട്രീയ മാറ്റം നടത്തിയ പലരും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്, സരിനുണ്ട്, മറ്റുള്ള. പക്ഷെങ്കിൽ ഒരു മാറ്റം നടത്തിക്കഴിഞ്ഞാൽ ആ രാഷ്ട്രീയത്തോട് വല്ലാതെ ചേർത്ത് നിന്ന് കണ്ടത് സന്ദീപ് വാര്യരാണ്. അന്ന് വരെ പറഞ്ഞ രാഷ്ട്രീയത്തെ പാടെ തള്ളിക്കൊണ്ട് പുതിയൊരു രാഷ്ട്രീയത്തെ ഭാര്യ പുണരുന്ന സന്ദീപ് വാര്യർ. അപ്പോൾ അവർ ആ രീതിയിൽ അദ്ദേഹത്തെ പരിഗണിച്ച് മറ്റൊരു സീറ്റായിരുന്നു കൊടുക്കണം. തൃക്കരിപ്പൂരിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ വലിയ തരംഗം കേരളത്തിൽ നടക്കണം. 100 സീറ്റിന് മേലേക്ക് UDF പോകണം. പേരാമ്പ്രയിൽ ഫാത്തിമ തെഹ്ല വലിയ മുന്നേറ്റം നടത്തുന്ന ചിലരൊക്കെ പറയുന്നു. ഫാത്തിമ തെഹ്ല ഒരു യുവ വനിത എന്നുള്ള നിലക്കാണ്. പക്ഷെ മുസ്ലിം പുരുഷന്മാർ വോട്ട് ചെയ്യുക മുസ്ലിം ആ കാലം കഴിഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് ആ തരത്തിൽ ഇപ്പം ചില മത സാമുദായിക സംഘടനകളൊക്കെ തോൽപ്പിക്കുക എന്നുള്ള ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പുതിയ തലമുറ സ്വീകരിക്കപ്പെടുന്നില്ല. പക്ഷേ ഈ ഫാത്തിമ തെഹ്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു റിയൽ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, റിയൽ പൊളിറ്റിക്സിൻ്റെ ഒരു പ്രൊഡക്റ്റാണോ ജെന്യുവിനാണോ എന്നുള്ള സംശയങ്ങൾ ചില മനുഷ്യരിലേക്ക്. ഫാത്തിമ തെഹ്ലിയ ആ തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റാണോ, അതല്ല ഇത് റിയലായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവാണോ എന്നുള്ള സംശയം മാറ്റിയെടുക്കുന്നതിൽ ഫാത്തിമ തെഹ്ലിയ വിജയിച്ചിട്ടില്ല. മാത്രമല്ല എതിർ സ്ഥാനാർത്ഥി LDFൻ്റെ കൺവീനറാണ്. ആ രീതിയിലുള്ള ഗംഭീര ഫൈറ്റാണ് പേരാമ്പ്രയിൽ നടക്കുന്നത്. അതൊക്കെ വോട്ട് എണ്ണി കഴിയട്ടെ, ജനങ്ങൾ വിധി ചെയ്തിട്ട്. ഈ KP മോഹനൻ മാറി കൂത്തുപറമ്പിൽ, അതെ, ആ PR കുറുപ്പിൻ്റെ ആ ഒരു ലെഗസി അവിടെ അവസാനിക്കുകയാണ്. അതേസമയം അവിടെ ഒരു ജയന്തി എന്ന് പറയുന്ന ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു മുസ്ലിമിനെ സ്ഥാനാർത്ഥിയാക്കി ലീഗിന് ഒരുപാട് വോട്ടുണ്ട്. അവിടെ നല്ലൊരു ഫൈറ്റ് നടക്കും. ഈ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു ഫൈറ്റ് നടക്കും. കാരണം അവിടെ വലിയ വ്യത്യാസമില്ലാത്തൊരു മണ്ഡലമാണ്. മറ്റേ തളിപ്പറമ്പ് പോലെ അല്ല. വോട്ടിംഗ് പാറ്റേൺ ഏതാണ്ട് എനിക്ക് വന്നിട്ട് 20,000 വോട്ട് താഴെയുള്ളൂ, 15,000 വോട്ടം കണ്ട വ്യത്യാസമുള്ളൂ. 10,000 താഴെ വ്യത്യാസമുള്ളൂ. അപ്പോൾ അവിടെ വേണമെങ്കിൽ ജയിക്കാം. തരംഗാണെങ്കിൽ മാറിയേണ്ട ഒരു മണ്ഡലമായിട്ട് അത് മാറും. പക്ഷേ ജയന്തി തരംഗം അല്ലെങ്കിലും, കാരണം ഞാൻ ചോദിക്കുന്നത് മുസ്ലിം പോപ്പുലേഷൻ ഉള്ളതാണ്. ആ മുസ്ലിം വോട്ട് ലീഗിലേക്ക് കുറച്ചുകൂടെ മാറിയാൽ തരംഗം അല്ലെങ്കിൽ പോലും നോർമൽ ആണെങ്കിൽ പോലും ജയിക്കാൻ പാടില്ലേ? സാധ്യത ഉണ്ട്. അവിടെയാണ് ചില മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ ഈ ഇടതുപക്ഷത്തിലുണ്ടായ രാഷ്ട്രീയമായി നമ്മൾ കാണാത്ത രീതിയിലുള്ള പല ചർച്ചകളും പല മാറ്റങ്ങളും നടന്ന് വലിയ രീതിയിൽ അതൊക്കെ എഫക്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഈ മണ്ഡലത്തിൽ സ്വാധീനിക്കാൻ നല്ല സാധ്യതയുണ്ട്. അതായത് മട്ടന്നൂരിലും മറ്റ് കുഞ്ഞി കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരു ഭാഗത്ത് അധികാര താല്പര്യങ്ങൾ ഉണ്ടെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ അടിത്തട്ടിനെ സ്വാധീനിക്കുന്ന ആ ചലനം സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ കേവലം മുസ്ലിം വോട്ട് കൊണ്ട് മാത്രം ഈ മണ്ഡലത്തിൽ ഒരു മാറ്റത്തിലേക്കൊന്നും പോവില്ല. അതും കൂടി പ്ലസ് ആകുമ്പോൾ ഈ മണ്ഡലം ഒരു പക്ഷേ ചരിത്രം സൃഷ്ടിച്ചേക്കാം. ആറന്മുളയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീണ ജോർജിനെ അബിൻ വർക്കിയാണല്ലോ മത്സരിക്കുന്നത്. അബിൻ വർക്കി മത്സരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. വീണ ജോർജ് നല്ല മത്സരമാണ്. വീണ ജോർജ് കഴിഞ്ഞ ദിവസം രണ്ടാളും ഒരേ വേദിയിൽ ഇരുന്നിട്ടുള്ള ഒരു ചർച്ച കണ്ടിരുന്നു. അതിൽ അവർ അടിച്ച് തകർത്ത് അതിൽ ആ വനിത വീണ ജോർജിൻ്റെ ബോഡി ലാംഗ്വേജിൽ പോലും കഴിഞ്ഞ ഒരു മാസം കൊണ്ട് വലിയ മാറ്റങ്ങളുണ്ട്. ഒരു പക്ഷേ പരാജയപ്പെട്ടു പോവും
എന്നുള്ളൊരു തോന്നൽ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെ, എന്ത് സംഭവിക്കും. എല്ലാവിധ ആശംസകളും. ഓക്കെ, കാണാം.